യോഗ നടപടി ആരംഭിക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് ബഹുമാനപ്പെട്ട ശ്രീ ജിമ്മി മറ്റത്തുപാറയെ ക്ഷണിച്ചോളൂ. യോഗം ആരംഭിക്കുകയാണ്. ഈശ്വര പ്രാർത്ഥന. അലൻ സ്റ്റീഫൻ. കുറിവരച്ചാലും കുരിശുവരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. കുറിവരച്ചാലും കുരിശുവരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാ ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. ഗീതയും ബൈബിളും വിശുദ്ധ ഖുർആനും ഭാരത ഹൃദയമല്ലോ അദ്വൈത ഭാരത ഹൃദയമല്ലോ. ഗീതയും ബൈബിളും വിശുദ്ധ ഖുർആനും ഭാരത ഹൃദയമല്ലോ അദ്വൈത ഭാരത ഹൃദയമല്ലോ. സിന്ധുവും ഗംഗയും വൈഗയും നീളയും ഇന്ത്യ തന്നക്ഷയനിധികൾ എന്നെന്നും ഇന്ത്യ തന്ന ഐശ്വര്യഗനികൾ. കുറിവരച്ചാലും കുരിശുവരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാ ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് കേരള കോൺഗ്രസിലെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ മാത്യു വാരികാട്ടിനെ ക്ഷണിക്കുന്നു. ബഹുമാനായ യോഗാധ്യക്ഷൻ ശ്രീ ജിമ്മി മറ്റത്തിപ്പാറ, പാർട്ടിയുടെ ആരാധനയായ ചെയർമാൻ ബഹുമാനപ്പെട്ട ശ്രീ ജോസ് കെ മാണി എം പി, ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റ് ശ്രീ ജോസ് പാലത്തിനാൽ, പാർട്ടിയുടെ ഉന്നതാധികാരി സംഘം ബഹുമാനപ്പെട്ട ആനസ് സാറ്, കേരള കോൺഗ്രസ് പാർട്ടിയിലെ ജനറൽ സെക്രട്ടറിയും കോർപ്പറേഷൻ ചെയർമാനുമായ ശ്രീ ബേബി ഉഴത്തുവാൽ, ശ്രീ അലക്സ് കോഴിമല, അഗസ്റ്റിൻ വട്ടക്കുന്നൽ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജചന്ദ്രൻ നിർണകുന്നൽ, ബഹുമാനപ്പെട്ട കർഷക സംസ്ഥാന പ്രസിഡന്റ് ശ്രീ റജീവ് കുന്നങ്കോട്ട്, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രപ്രധാനമായ ഒരു സമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത്. പഞ്ചായത്തും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെയുള്ള തയ്യാറെടുപ്പോടു കൂടിയുള്ള ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്ന ആളുകൾക്ക്
സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്നിൽ അടങ്ങിയിരിക്കുന്ന കർത്തവ്യം. ആ കർത്തവ്യത്തിലേക്ക് മാത്രം കടന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും. ആദ്യമായി തന്നെ തൊടുപുഴ സമ്മേളനത്തിലേക്ക് നമ്മുടെ പാർട്ടിയുടെ ബഹുമാനപ്പെട്ട നിയോജക പ്രസിഡന്റ് ശ്രീ ജിമ്മി മറ്റത്തിപ്പാറയെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ പാർട്ടിയുടെ പ്രിയങ്കരനായ ചെയർമാനും കേരളത്തിലെ ജനങ്ങളുടെ ആവേശവും കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയുമായ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആരാധനായ ചെയർമാൻ ബഹുമാനപ്പെട്ട ശ്രീ ജോസ് കെ മാണി MPയെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നതാധികാരി സമിതി അംഗം ബഹുമാനപ്പെട്ട ആന്നി സാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീ ജോസ് പാൽത്തനാനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജേശൻ നിർണാകുന്നേൽ അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും കോർപ്പറേഷൻ ചെയർമാനുമായ ശ്രീ ബേബി ഒഴുത്താൽ അവരുടെ ഇടുക്കിയിലെ ചുമതലക്കാരനായ ശ്രീ ബേബി ഒഴുത്താലിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. കേരള കോൺഗ്രസ് പാർട്ടിയുടെ മുൻ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ബഹുമാനപ്പെട്ട ശ്രീ അഡ്വക്കേറ്റ് അലക്സ് കോഴിമല സാറിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കേരള കോൺഗ്രസ് പാർട്ടിയുടെ സീനിയർ നേതാവും കേരള കോൺഗ്രസ് പാർട്ടിയുടെ തുടക്കം മുതലേ തന്നെ ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനായ ശ്രീ അഗസ്റ്റിൻ വട്ടക്കുന്നിൽ അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ കർഷകരുടെ ശബ്ദം കേരളത്തിലുടനീളം ഉയർത്തുന്ന നമ്മുടെ കർഷക യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീ റെജി കുന്നംകോട്ട അവരുടെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട KTUCയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ജോസി M വേളാച്ചേരി, ശ്രീ കൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റികളായ ബെന്നി പ്ലാക്കൂട്ടം, അപ്പച്ചൻ ഓലിക്കരോട്ട്, ജില്ലാ സെക്രട്ടറി മധു നമ്പൂതിരി, കേരള വനിതാ കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അംബിക ഗോപാലകൃഷ്ണൻ, കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ ജോസ് കവീൽ, സംസ്കാരവേദിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ജയകൃഷ്ണൻ, കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ബഹുമാനപ്പെട്ട ജയകൃഷ്ണൻ പുതിയടത്ത്, കേരള വനിതാ കോൺഗ്രസിൻ്റെ നിയോജക പ്രസിഡന്റ് ഷാനി ടീച്ചർ, സ്നേഹമുള്ള പാർട്ടി പ്രവർത്തകരെ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ ചെറിയ വാക്കിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട നിയോജക പ്രസിഡന്റ് ശ്രീ ജിമ്മി മറ്റത്തിപ്പാറ അവരെ ക്ഷണിച്ചോളൂ. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന പാർട്ടിയുടെ ചെയർമാൻ സർവാദരണീയനായ ശ്രീ ജോസ് കെ മാണി MP അവരുടെ, പാർട്ടിയുടെ ഹൈപ്പവർ കമ്മിറ്റി അംഗം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നേതാവ് പ്രൊഫസർ KE ആന്റണി സാറ്, കേരള കോൺഗ്രസിൻ്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ചുമതലയുള്ള സംസ്ഥാന ഭാരവാഹി ആദരണീയനായ ശ്രീ ബേബി ഉഴുത്തുവാൽ, പാർട്ടി ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് അലക്സ് കോഴിമല, കേരള കർഷക യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട റെജി കുന്നംകോട്ട്, കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി അംഗം ആദരണീയനായ അഗസ്റ്റിൻ വട്ടക്കുന്നൽ, ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട രാരിച്ച് നീറണാക്കുന്നൽ, പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ മാത്യു വാരികാട്ട്, ശ്രീ ജയകൃഷ്ണൻ പുതിയടത്ത്, ശ്രീ ബെന്നി പ്ലാക്കൂട്ടം, ശ്രീ അപ്പച്ചൻ ഓലിക്കരോട്ട്, ശ്രീ ജോസ് കവീൽ, പാർട്ടിയുടെ വനിതാ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട അംബിക ഗോപാലകൃഷ്ണൻ, കേരള കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് PK മധു നമ്പൂതിരി, KTUCയുടെ സംസ്ഥാന സെക്രട്ടറി പ്രിയപ്പെട്ട ജോസി വെളാശ്ശേരിൽ, കേരള സാംസ്കാരിക വേദിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം പ്രിയപ്പെട്ട C ജയകൃഷ്ണൻ, കേരള വനിതാ കോൺഗ്രസിൻ്റെ തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീമതി ഷാനി ബെന്നി, പ്രിയപ്പെട്ട M കൃഷ്ണൻ, പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റുമാരായിട്ടുള്ള, ഞാൻ എല്ലാവരുടെയും പേരൊന്ന് പറയാം, ഉടുമ്പന്നൂർ മണ്ഡലം പ്രസിഡന്റ് പ്രിയപ്പെട്ട ജിജി വാളിയംപ്ലാക്കൽ, കരിമണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് പ്രിയപ്പെട്ട ജോസ് മാറാട്ടിൽ, വെള്ളിയാമറ്റം
പാർട്ടിയുടെ ആലക്കോട് മണ്ഡലം പ്രസിഡന്റ് ശ്രീ തോമാച്ചൻ മൈലാടൂർ, എടവെട്ടി മണ്ഡലം പ്രസിഡന്റ് പ്രിയപ്പെട്ട സണ്ണി കടുത്തലകുന്നൽ, കരിങ്കുന്നം മണ്ഡലം പ്രസിഡന്റ് പ്രിയപ്പെട്ട ബേബി എടത്തിൽ, പുറപ്പുഴ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ബെനീഷ് മൊയിനാട്ടുകുന്നൽ, മണക്കാട് മണ്ഡലം പ്രസിഡന്റ് പ്രിയപ്പെട്ട ജോൺസ് നന്തളത്ത്, കുമാരമംഗലം മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജോസ് മടത്തിനാൽ, കോടിക്കുളം മണ്ഡലം പ്രസിഡന്റ് പ്രിയപ്പെട്ട ജോർജ് പാലക്കാട്ട്, വണ്ണപ്പുറം മണ്ഡലം പ്രസിഡന്റ് ശ്രീ മനോജ് മാമല, മുനിസിപ്പൽ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് പ്രിയപ്പെട്ട ലിപ്സൺ കൊന്നക്കൽ, വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് പ്രിയപ്പെട്ട ഡോണി കട്ടക്കയം, പാർട്ടിയുടെ നിയോജക മണ്ഡലം ഭാരവാഹികളെ, പ്രിയപ്പെട്ട നേതാക്കന്മാരെ, പ്രിയ സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കേരള കോൺഗ്രസ് പാർട്ടി സംസ്ഥാന വ്യാപകമായി പാർട്ടിയുടെ നിയോജക മണ്ഡലം തലത്തിലുള്ള കൺവെൻഷനുകൾ, നേതൃസംഗമങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്. അതിൻ്റെ ഭാഗമായി 2 ആഴ്ച മുമ്പ് ഇടുക്കി നിയോജക മണ്ഡലത്തിൽ, പാലായിൽ, മറ്റു പല സ്ഥലങ്ങളിലും സമ്മേളനങ്ങൾ നടക്കുകയാണ്. ഇതെല്ലാം സംഘടിപ്പിക്കുന്നത് ത്രിതല പഞ്ചായത്ത് ഇലക്ഷന് മുൻപ് കേരള കോൺഗ്രസിനെ ശക്തിപ്പെടുത്തി ഊർജ്ജസ്വലമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി മാറ്റി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കരുത്തു പകരുന്നതിനുള്ള കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ്റെ നിശ്ചയദാർഢ്യത്തിലാണ് ഈ പ്രോഗ്രാമുകളെല്ലാം സംഘടിപ്പിക്കുന്നത്. പാർട്ടിയുടെ പോഷക സംഘടനകളും പാർട്ടിയുടെ മറ്റ് സംഘടനകൾ ഓരോന്നും അതിൻ്റേതായ നിലയിൽ ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഇടപെടലുകളും പാർട്ടി ചെയർമാനും പാർട്ടി നേതാക്കളായ പാർട്ടി ലീഡറായ റോഷി അഗസ്റ്റിനും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാണി സാറ് കേരളത്തിലെ കാർഷിക മേഖലയിലും അധ്വാന വർഗത്തിലും വിതച്ചിട്ട് പോയിട്ടുള്ള കേരള കോൺഗ്രസ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ വിത്തുകൾ ശക്തമായ വേരോട്ടത്തിലൂടെ ഇന്നും കേരളത്തിൽ ശക്തമായി നിലനിൽക്കാനുള്ള കാരണം പാർട്ടി ചെയർമാൻ ആദരണീയനായ ശ്രീ ജോസ് കെ മാണിയുടെയും പാർട്ടി ലീഡർ ശ്രീ റോഷി അഗസ്റ്റിൻ്റെയും ഊർജ്ജസ്വലമായിട്ടുള്ള നേതൃത്വവും കരുത്താർന്നിട്ടുള്ള പ്രവർത്തന പരിപാടിയുമാണ്. ഇതെല്ലാം കേരള കോൺഗ്രസിനെ അതിൻ്റേതായ നിലയിൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ എല്ലാ ക്രമീകരണങ്ങളും നടത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. ദീർഘമായിട്ട് ഞാനൊന്നും പറയുന്നില്ല. കാരണം നിങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ആദരണീയനായ പാർട്ടി ചെയർമാൻ്റെ വാക്കുകൾക്കാണ്. കേരളത്തിലെ കർഷകൻ്റെയും കർഷക തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും മതന്യൂനപക്ഷങ്ങളുടെയും അവകാശങ്ങൾക്ക് വേണ്ടി ശക്തമായി പോരാടിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ പാർലമെൻറ്റിനകത്തും പുറത്തും കേരളത്തിലെ പൊതുസമൂഹത്തിലും കേരളത്തിലെ സാധാരണക്കാരൻ്റെ അവകാശ സംരക്ഷണ പോരാട്ടത്തിൻ്റെ നിലയ്ക്കാത്ത ശബ്ദപ്രവാഹമായ പ്രിയപ്പെട്ട ജോസ് കെ മാണി, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മുഖ്യ ഘടകകക്ഷികളിൽ ഒന്നായി വളർന്ന് പന്തലിച്ച് മുന്നേറും. അതിനെക്കുറിച്ചും ആർക്കും ഒരു സംശയത്തിനും കാര്യമില്ല. ഇത് തൊടുപുഴ നിയോജക മണ്ഡലം കൺവെൻഷനായതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മൾ തൊടുപുഴയിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാലഘട്ടത്തിലാണ്. തൊടുപുഴ എന്ന് പറയുന്നത് 1970 മുതൽ 1991 വരെയുള്ള 21 വർഷക്കാലം തൊടുപുഴ ഒരു ഇരുണ്ട അധ്യായമായിരുന്നു. കാരണം നമുക്ക് വേണ്ടി പറയാൻ, കേരളത്തിൽ നിയമസഭയിൽ പറയാൻ 21 വർഷക്കാലം MLA ഇല്ലായിരുന്നു. മന്ത്രിയായും MLA ആയും നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ എതിരാളിയായി പ്രവർത്തിച്ചു വരുന്ന പി.ജെ. ജോസഫ് നിയമസഭയിൽ പോയി കേരളത്തിലെ ഈ തൊടുപുഴയിലെ സാധാരണക്കാർക്ക് വേണ്ടി ഒരു ശബ്ദവും മുഴക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. തൽഫലമായി തൊടുപുഴ എന്ന് പറയുന്നത് 1991 മുൻപ് പാലാ റൂട്ടിൽ ധന്വന്തിരി വരെയും ഇടുക്കി റൂട്ടിൽ ഇപ്പോഴത്തെ ജോസ്കോ പണ്ടത്തെ TC ലോഡ്ജ് വരെയും മൂവാറ്റുപുഴ റൂട്ടിൽ നമ്മുടെ ശ്രീകൃഷ്ണ ലോഡ്ജ് വരെയും അപ്പുറത്തെ ചീനിക്കുഴി റൂട്ടിൽ നമ്മുടെ ലില്ലി ലോഡ്ജ് വരെയും ചെറിയ ഇടുങ്ങിയ ഒരു ചെറിയ ഗ്രാമത്തിന് സമമായി തൊടുപുഴയായിരുന്നു 21 വർഷക്കാലം.
21 വർഷത്തിന് ശേഷം തൊടുപുഴയിൽ ഒരു MLA വന്നു, PJ ജോസഫ് മാറി. അപ്പോൾ സാധാരണക്കാർക്ക് പ്രാപ്യമായിട്ടുള്ള ഒരു MLA ആയി PT തോമസ് ആണ്. നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലാണ് നിൽക്കുന്നത് എങ്കിലും സത്യസന്ധമായ വസ്തുതകൾ പറയാതെ പോകാൻ കഴിയില്ല. 21 വർഷത്തെ അന്ധകാരത്തിൻ്റെ യുഗത്തിൽ നിന്ന് മാറി പുതിയ ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ഒരു പുത്തൻ ഉണർവ് നമ്മുടെ നാട്ടിലുണ്ടായി. 5 വർഷക്കാലം MLA ആയി ശ്രീ PT തോമസ് പ്രവർത്തിച്ചു. ഈ നാട്ടിൽ സാധാരണക്കാരന് വേണ്ടി സാധാരണക്കാർക്ക് പ്രാപ്യമായ ഒരു MLA ആയി ശ്രീ PT തോമസ് മാറി. അന്ന് കേരളത്തിന് മുഖ്യമന്ത്രിയായ K കരുണാകരനിലൂടെയും കേരളത്തിൻ്റെ റവന്യൂ മന്ത്രിയായ മാണി സാറിലൂടെയും കേരളത്തിലെ അന്നത്തെ മന്ത്രിമാരിലൂടെയും നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ നടത്താൻ അദ്ദേഹം പരിശ്രമിച്ചു. പക്ഷേ വഴിമുടക്കിയായി ശ്രീ PJ ജോസഫും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഇവിടെ നിന്നു. സംഭവിച്ചെന്താണ്? അന്ന് കോടിക്കണക്കിന് രൂപ മുടക്കിയുള്ള റവന്യൂ ടവർ നമ്മളിരിക്കുന്നതിന് തൊട്ടുപിറകിൽ പഴയ ബസ് സ്റ്റാൻഡിൽ റവന്യൂ ടവർ പണിയുന്നതിന് മാണി സാർ പണം അനുവദിച്ചു. PJ ജോസഫിൻ്റെ വ്യക്തിവിരോധം കൊണ്ട് ആ പ്രോജക്റ്റ് നടക്കാതിരിക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി 5 വർഷക്കാലം ഒന്നും നടത്താൻ സമ്മതിച്ചില്ല. PT തോമസ് MLA ആയി ഒരു പാലം കൊണ്ടുവരാൻ ശ്രമിച്ചു. അന്ന് എന്തായിരുന്നു കോലാഹലം? പാലത്തിന് വളവ്, പാലം ഒഴുകുന്നു, ആക്ഷേപങ്ങൾ മുഴുവൻ. ഒരു തരത്തിലും ഈ നാടിൽ ഒരു വികസനവും ചെയ്യാൻ അദ്ദേഹം സമ്മതിച്ചിരുന്നില്ല. അതിനുശേഷം 5 വർഷക്കാലം ഈ തൊടുപുഴയിലെ എല്ലാവർക്കും പ്രാപ്യമായ MLA ആയി. പണ്ട് മുതലാളിമാർക്കും കുഞ്ഞച്ചന്മാർക്കും മാത്രമായി MLA ആയിരുന്ന PJ ജോസഫിൻ്റെ സ്ഥാനത്ത് ഒരു പുതിയ MLA വന്നു. ആർക്കും എപ്പോഴും സമീപിക്കാൻ കഴിയുന്ന ഒരു MLA ആയി, പൊതുപ്രവർത്തകനായി, സാധാരണക്കാര കക്ഷിയായി ഒരു MLA വന്നു. നാട്ടിലാകെ ചെറുതും വലുതുമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിച്ചു. അതിനുശേഷം പിന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യമുള്ള ഗവൺമെൻറ്, ശ്രീ EK നായനാരുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വന്നു. ആ ഗവൺമെൻറ് കാലഘട്ടത്തിൽ തൊടുപുഴയിൽ കുറേയേറെ റോഡുകൾ നിർമ്മിക്കാൻ കഴിഞ്ഞു. അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇവിടുത്തെ നേതാക്കന്മാരുടെ നിശ്ചയദാർഢ്യവും ദീർഘവീക്ഷണവും കഠിനാധ്വാനവും അതിനെല്ലാം ഫലമായി ഈ നാട്ടിൽ ചില റോഡുകളുണ്ടായി. അതിൻ്റെ ചുറ്റുപാടിൽ ഈ നാട്ടിലെ പണമുള്ളവരെല്ലാം കെട്ടിടം പണിത്, വലിയ മണിമന്ദിരങ്ങൾ പണിത് ഈ നാട്ടിൽ ഒരു നഗരമായി മാറുന്നതിനുള്ള സാഹചര്യം ഒരുക്കി. അതിനുശേഷം ഒരിക്കൽ കൂടി ഞാൻ മുൻപ് പറഞ്ഞ MLA വന്നു, കുറേ വികസനങ്ങൾ നടത്തി. അതിനുശേഷം തൊടുപുഴയിൽ ഒരു വികസനവും നടക്കുന്നില്ല. കഴിഞ്ഞ 10 വർഷമായി തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ ഒരു വികസനവും കൃത്യമായി നടക്കുന്നില്ല. പുതിയതായി ഒന്നും അനുവദിക്കുന്നില്ല. അത് MLAയെ കാണാൻ കഴിയുന്നില്ല. നിഷ്ക്രിയത്വം, സർവ്വമേഖലയിലും നിഷ്ക്രിയത്വം. പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലുമെല്ലാം കേരളത്തിൻ്റെ ഭരണകേന്ദ്രത്തിൽ നിന്നും കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ചോദിച്ചു മേടിക്കാൻ, അതിനുവേണ്ടി പരിശ്രമിക്കാൻ നമ്മുടെ ജനപ്രതിനിധിയായി പ്രവർത്തിക്കുന്ന MLAയ്ക്ക് കഴിയുന്നില്ല. ആർക്കും കാണാൻ പോലും കഴിയുന്നില്ല. ഇത്തരം ഒരു അരക്ഷിതാവസ്ഥയുടെ സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസ് ഇപ്പോൾ ഒരു സമ്മേളനം സംഘടിപ്പിക്കുന്നത്. കേരള കോൺഗ്രസ് ഈ സമ്മേളനത്തിൽ ലക്ഷ്യം വെച്ചിരിക്കുന്നു പുതിയ ഒരു തൊടുപുഴ. പുതിയ ഒരു തൊടുപുഴ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസപരമായി, സാംസ്കാരികമായി, ടൂറിസം മേഖലയിൽ, പിൽഗ്രിം ടൂറിസം മേഖലയിൽ, ഇവിടുത്തെ IT സെക്ഷനിൽ, ഈ മേഖലയിലെല്ലാം വമ്പൻ കുതിച്ചുചാട്ടങ്ങൾ വരുത്താൻ കഴിയുന്ന തരത്തിലുള്ള ദീർഘവീക്ഷണത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു കേരള കോൺഗ്രസ് പാർട്ടി. അത് വിഭാവനം ചെയ്യുന്നത് ഞങ്ങൾ തൊടുപുഴയിലെ നേതാക്കന്മാരെ, പ്രവർത്തിക്കുന്നവരെല്ലാം കൂടിച്ചേർന്ന് ഒന്നായി ആലോചിച്ച് പറയുന്നു, തൊടുപുഴ ഒരു മാറ്റമുണ്ടാകേണ്ടതായിട്ടുണ്ട്. ഒരു പുതിയ തൊടുപുഴ ഉണ്ടാകണം. ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന, ആർക്കും എപ്പോഴും സഹായമായി നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വികസന കാഴ്ചപ്പാടുള്ള ഒരു സംവിധാനം തൊടുപുഴയിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾക്ക് കേരള കോൺഗ്രസ് എം ശ്രീ ജോസ് കെ മാണി സാറിൻ്റെയും ശ്രീ റോഷി അഗസ്റ്റിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നമുക്ക് ശക്തമായ പിന്തുണയും
ഊറ്റമായ സഹായവും നൽകിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ അവരുടെ കാഴ്ചപ്പാടിനനുസരിച്ച് മുൻപോട്ട് പോയി ഈ നാടിൻ്റെ പൊതുവികസനത്തിനും നാട്ടുകാരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും ഉതകുന്ന തരത്തിലേക്കുള്ള പ്രവർത്തന പരിപാടികളുമായി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ആ പോരാട്ടത്തിൽ നമ്മുടെ ആ പ്രയാണത്തിൽ ഒപ്പമുണ്ടാകാൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ സജീവമായി പ്രവർത്തിക്കുന്നവരും എന്നാൽ മാണിസാറുമായി അഭേദ്യമായി ബന്ധമുള്ളവരും കേരള കോൺഗ്രസ് എമ്മുമായി ചേർന്ന് മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന എല്ലാവരും ഒന്നു ചേർന്ന് ഈ നാടിൻ്റെ പൊതുവായ മുന്നേറ്റത്തിന് പുതിയ തൊടുപടിക്ക് വേണ്ടിയുള്ള ശക്തമായ പോരാട്ടത്തിൽ ഒപ്പം നിൽക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ സമ്മേളനത്തിൽ വരാൻ നിങ്ങൾ കാണിച്ച ഈ വിശാലമായ സൗമനസ്യത്തിന് ഏറ്റവും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിറഞ്ഞ നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പാർട്ടിയുടെ ആദരണീയനായ ചെയർമാൻ ശ്രീ ജോസ് കെ മാണി MP അവരുകളെ ക്ഷണിക്കുകയാണ്. മെമ്പർഷിപ്പ് സ്വീകരിക്കാൻ വന്നിട്ടുള്ളവർ ഈ വേദിയുടെ അടുത്തേക്ക് വരണം താല്പര്യപ്പെടുന്നു. ബഹുമാനപ്പെട്ട പാർട്ടി ചെയർമാനെ മെമ്പർഷിപ്പ് കൊടുക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യമേ ഷീജ ജെയ്മോൻ പെറ്റമാക്കൽ. അടുത്ത് സായി SK. അടുത്ത് ഷിജോ ജോസഫ് കല്ലേപ്ലാൻ. ബിജു VN വണ്ടാനിക്കൽ. രതീഷ് മുഞ്ഞനാട്ട്. സജൻ കുമ്പങ്കല്ലിൽ. അവാർഡ് സ്വീകരിക്കാൻ KM മാണി കർഷക ശ്രേഷ്ഠ അവാർഡ്. കർഷക നേതാവായ മാണിസാറിൻ്റെ പേരിൽ പാർട്ടി ഏർപ്പെടുത്തിയിരിക്കുന്ന കർഷക ശ്രേഷ്ഠ അവാർഡ് സ്വീകരിക്കുന്നതിനായി ശ്രീ ആന്റണി പള്ളത്തിനെ ക്ഷണിക്കുകയാണ്. ശ്രീ ആന്റണി പള്ളത്ത് തൊടുപുഴ താലൂക്കിലെ ഏറ്റവും ഊർജ്ജസ്വലനായ കർഷകനാണ്. കേരള കോൺഗ്രസിനോട് എന്നും ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കുടുംബമാണ് പള്ളത്ത്. അദ്ദേഹത്തെ വളരെ അഭിമാനത്തോടെ മാണിസാറിൻ്റെ പേരിലുള്ള ഈ അവാർഡ് സ്വീകരിക്കുന്നതിന് ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ പുറപ്പട മണ്ഡലം കേരള കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ അനിൽ മുഖയപ്പള്ളിയുടെ മകൾ ഹരിപ്രിയ
ഹരിപ്രിയെ അവാർഡ് സ്വീകരിക്കുന്നതിനായി മാണിസാറിൻ്റെ പേരിലുള്ള അവാർഡ് സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുകയാണ്. ഹരിപ്രിയയുടെ അച്ഛൻ പുറപ്പെട്ട മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറിയും ഊർജ്ജസ്വലനായ പ്രവർത്തകനുമാണ്. സാറിൻ്റെ കയ്യിൽ കൊടുക്കാൻ നിവേദനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ സ്വീകരിക്കാവുന്നതാണ്. കരിമണ്ണൂർ രജിസ്റ്റർ ഓഫീസ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള നിവേദനമാണ്. 4-5 മണ്ഡലം പ്രസിഡന്റുമാർ, കരിമണ്ണൂർ മണ്ഡലം പ്രസിഡന്റ്, കോടിക്കുളം മണ്ഡലം പ്രസിഡന്റ്, വണ്ണപ്പുറം മണ്ഡലം പ്രസിഡന്റ്, ഉടുമ്പന്നൂർ മണ്ഡലം പ്രസിഡന്റ്, ഇവരെല്ലാം ചേർന്ന് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്ന സാൻസൺ അക്കക്കാട്ട്, ഇവരെല്ലാം ചേർന്ന് പാർട്ടി പ്രിയപ്പെട്ട റജി കുന്നംകോട്ട് എല്ലാവരും ഉണ്ട്, ചേർന്ന് നിവേദനം കൊടുക്കുകയാണ്. ഈ നിവേദനം നമ്മുടെ കാരിക്കോട് പ്രവർത്തിക്കുന്ന കുറച്ചും കൂടി സൗകര്യപ്രദമായ സ്ഥലത്ത് കരിമണ്ണൂരേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിവേദനമാണ് നൽകിയത്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പാർട്ടിയുടെ ചെയർമാൻ സർവാദരണീയനായ ശ്രീ ജോസ് കെ മാണി MP സംസാരിക്കുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷൻ, പ്രിയപ്പെട്ട നിയോജകമണ്ഡലം പ്രസിഡന്റ് ശ്രീ ജിമ്മി മറ്റത്തിപ്പാറ, സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ മാത്യു വാരിക്കാട്ട്, ബഹുമാന്യരായ സംസ്ഥാന നേതാക്കന്മാർ ശ്രീ പ്രൊഫസർ കെ ആൻ്റണി, ശ്രീ ബേബി ഉഴുത്തുവാൽ, പ്രിയങ്കരനായ ജില്ലാ പ്രസിഡന്റ് ശ്രീ ജോസ് പാലത്തിനാൽ, അഡ്വക്കേറ്റ് അലക്സ് കോഴിമല, ശ്രീ അഗസ്റ്റിൻ വട്ടക്കുന്നേർ, ശ്രീ രാജിച്ചൻ നിർണാക്കുന്നേർ, ശ്രീ രജി കുന്നംകോട്, ശ്രീ ജയകൃഷ്ണൻ പുതിയിടത്ത്, വേദിയിലുള്ള ബഹുമാനരായ നേതാക്കന്മാർ ശ്രീ ബെന്നി പ്ലാക്കൂട്ടം, ശ്രീ അപ്പച്ചൻ ഒലിക്കരോട്ട്, ശ്രീ ജോസ് കവിയിൽ, അഡ്വക്കേറ്റ് PK മധു നമ്പൂതിരി, അംബിക ഗോപാലകൃഷ്ണൻ, ജോസി, ശ്രീ റോയ്സൺ കുഴിഞ്ഞാലിൽ, ശ്രീ ഷാനി ബെന്നി, ശ്രീജിത്ത്, ശ്രീ കുര്യാച്ചൻ പൊന്നാമറ്റം, ശ്രീ ജയകൃഷ്ണൻ അടക്കമുള്ള വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ, ബഹുമാന്യരായ പോഷക സംഘടനയുടെ നേതാക്കന്മാർ, മണ്ഡലം പ്രസിഡന്റുമാർ, വാർഡ് തലത്തിലുള്ള നേതാക്കന്മാർ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, കേരള കോൺഗ്രസ് എമ്മിൻ്റെ തൊടുപുഴ നിയോജക മണ്ഡലം കൺവെൻഷനാണ്, സംഗമമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ജിമ്മി സൂചിപ്പിച്ചതുപോലെ എല്ലാ നിയോജക മണ്ഡലത്തിലും കേരള സംസ്ഥാനത്ത് പാർട്ടിക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിലെല്ലാം ഇതുപോലുള്ള കൺവെൻഷൻ നടന്നു വരികയാണ്. കോട്ടയം ജില്ലയിൽ 9 സ്ഥലത്തും കൺവെൻഷൻ പൂർത്തിയാക്കി. ഇപ്പോൾ പോഷക സംഘടനയുടെ സമ്മേളനങ്ങൾ നടന്നു വരുന്നു. കഴിഞ്ഞ ദിവസം പാലായിൽ യൂത്ത് ഫണ്ടിൻ്റെ സമ്മേളനം, പൊതുസമ്മേളനം, കൺവെൻഷനല്ല, പൊതുസമ്മേളനം നടന്നു. ആദ്യമേ യൂത്തിൻ്റെ പറഞ്ഞപ്പോൾ എല്ലാവരും വിദേശത്താണ്, ആരെയും കിട്ടാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നേതാക്കന്മാരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നേതാക്കന്മാർ പറഞ്ഞു ഞങ്ങളൊരു കൺവെൻഷൻ വെക്കാം 150 പേരുടെ. അപ്പോൾ ഞാൻ പറഞ്ഞു അതുകൊണ്ട് കാര്യമില്ല, അത് നിങ്ങൾ നടത്തിക്കൂ, ഞാൻ വരില്ല എന്ന് പറഞ്ഞു. പക്ഷേ 3 ആഴ്ച കൊണ്ട് അവിടെ ഏതാണ്ട് 1800 പേര്, 42 വയസ്സിന് താഴെയുള്ള യുവാക്കളെ അണിനിരത്തിക്കൊണ്ട് അവിടെ നമ്മുടെ സമ്മേളനം നടത്തി. നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു കാണും. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇന്ന് അടുത്ത ദിവസം കടുത്തുരുത്തിയിൽ 30-ാം തീയതി നടത്തുന്നു. അതിനുശേഷം ഓണത്തിന് ശേഷം നമ്മൾ ചങ്ങനാശ്ശേരിയിലും അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളിയിലും അതുകൂടാതെ നമ്മൾ പൂഞ്ഞാറ്റിലും എല്ലാ നിയോജകമണ്ഡലത്തിലും നടത്തി വരികയാണ്. നമുക്കറിയാം, സാധാരണ രീതിയിൽ ദളിത് ഫണ്ടിൻ്റെയൊക്കെ നമ്മളൊരു യോഗം മാത്രം കൂടി പോകുന്നതാണ്.
നാളെ കേരള കോൺഗ്രസിൻ്റെ പോഷക സംഘടനയായ ദളിത് ഫണ്ടിൻ്റെ സംസ്ഥാന സമ്മേളനം ഏറ്റവും ചുരുങ്ങിയത് ഒരു 2000 പേരെയെങ്കിലും പങ്കെടുപ്പിച്ചുകൊണ്ട് കോട്ടയത്ത് നടക്കുകയാണ്. ഇവിടെ നിന്നൊക്കെ ആൾക്കാരുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കാണും. നമ്മളെല്ലാ രീതിയിലും വനിതകളുടെ നടത്തുന്നു. ഇവിടെ ഇവിടെ നമ്മുടെ ജോസ് പാലത്തിനാൾ പറഞ്ഞു, മണ്ഡലം തലത്തിൽ കൺവെൻഷൻസ് ഇപ്പം നടന്നു വരുന്നു. അതിനുശേഷം നമ്മൾ പൊതുവായിട്ടുള്ള ജില്ലയിലേക്കും നിയോജക മണ്ഡലത്തിലേക്കും ഡെമോൺസ്ട്രേറ്റീവായിട്ട് നമ്മൾ പൊതുസമ്മേളനത്തിലേക്ക് പോവുകയാണ്. ഏതൊക്കെയാലും കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് തൊടുപുഴയിൽ ജിമ്മി അങ്ങോട്ട് പറയാതെ ഇങ്ങോട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊരു ക്യാമ്പ് പോലെ അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ വേണം എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സമയം കൊടുത്തു. ഇന്ന് കൺവെൻഷൻ നടക്കുന്നു. അടുത്ത ഏതാനും ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾക്കകം തന്നെ ഒരു പൊതുസമ്മേളനം, ശക്തി പ്രകടനത്തോടുകൂടിയുള്ള സമ്മേളനം തൊടുപുഴയിൽ കേരള കോൺഗ്രസിൻ്റെ ഉണ്ടാകണം എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഒക്കെ ആഗ്രഹം. അതിലേക്ക് ചെന്നെത്തും എന്ന് കരുതുകയാണ്. ഏതൊക്കെയാലും ഇന്ന് ഈ മനോഹരമായി ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകർ, പ്രത്യേകിച്ച് നിയോജകമണ്ഡലം പ്രസിഡന്റ് ഇവിടെയുണ്ട്, ശ്രീ ജിമ്മി മറ്റത്തിപ്പാറയും, അതുപോലെ തന്നെ ആൻ്റണി സാർ ഉൾപ്പെടെയുള്ള നമ്മുടെ നേതാക്കന്മാർ ഇവിടെ എല്ലാവരും ഉണ്ട്. സംസ്ഥാന റെജി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുണ്ട്. അവരെ എല്ലാവരെയും, മണ്ഡലം പ്രസിഡന്റുമാർ തീർച്ചയായും ഇവിടെ വന്നു, നിവേദനങ്ങളൊക്കെ തന്നു. ഏതൊക്കെയാലും അങ്ങനെയുള്ള എല്ലാവരെയും ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു. എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊള്ളുകയാണ്. നമുക്ക് അറിയാവുന്നതുപോലെ ഇവിടെ സൂചിപ്പിച്ചു, നമ്മളൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടാൻ പോകുന്നു. അതിന് മുമ്പായിട്ട് ആമുഖമായി നടത്തുന്ന ഒരു കൺവെൻഷനും പാർട്ടി പരിപാടികളുമൊക്കെയാണ്. ഇവിടെ ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്, ഓരോ തെരഞ്ഞെടുപ്പും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആവർത്തനമല്ല അടുത്ത തെരഞ്ഞെടുപ്പ്. ഇപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആവർത്തനമായിരിക്കുമോ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴും ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് അല്ലെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമോ അല്ലെങ്കിൽ റിസൾട്ടോ അതിൻ്റെ രാഷ്ട്രീയമോ ആയിരിക്കുമോ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ? ഒരിക്കലുമല്ല. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആവർത്തനമല്ല മറ്റൊരു തെരഞ്ഞെടുപ്പ്. കേരളത്തിൻ്റെ ചരിത്രം, തെരഞ്ഞെടുപ്പ് ചരിത്രം എടുത്തു നോക്കിയാൽ അത് നമുക്ക് കാണുവാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ദേശീയ രാഷ്ട്രീയമായിരിക്കും അവിടെ സംസാരിക്കുന്നത്, അല്ലേ? ആര് ഭരണത്തിൽ വരണം? അവിടെ പലപ്പോഴും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒറ്റ പാർട്ടി, ഏറ്റവും കൂടുതൽ MP-മാരുള്ള പാർട്ടി വന്നെങ്കിൽ മാത്രമേ ഇന്ത്യയുടെ പ്രസിഡന്റ് ഗവൺമെൻറ് ഫോം ചെയ്യുവാൻ വിളിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാനാർത്ഥികൾ ജയിക്കണം എന്ന് പൊതുവായിട്ട് ചിലപ്പോൾ ജനം അത് ഏറ്റെടുത്തെന്നിരിക്കാം, അല്ലേ? അവിടെ സംസാരിക്കുന്നത് ചിലപ്പോൾ ദേശീയ തലത്തിലുള്ള വിഷയങ്ങൾ, രാമക്ഷേത്രമായിരിക്കാം, മറ്റു കാര്യങ്ങളായിരിക്കാം. പക്ഷേ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഒരിക്കലും നമ്മൾ ദേശീയ രാഷ്ട്രീയം സംസാരിക്കാറില്ല. അവിടെ രാമക്ഷേത്രത്തിൻ്റെ കാര്യം സംസാരിക്കാറുണ്ടോ? അവിടെ SIR-ൻ്റെ കാര്യം സംസാരിക്കാറുണ്ടോ? അപ്പോൾ അതൊക്കെ ചർച്ചയിലേക്ക് വരുന്നുണ്ടെങ്കിലും അതിലേക്കൊന്നും പോകില്ല. പ്രാദേശികമായ കാര്യങ്ങളാണ് ചർച്ചയിലേക്ക് പോകുന്നത്. അവിടെ ഏറ്റവും പ്രധാനം, ഞാൻ ചുരുക്കി പറയട്ടെ, അവിടെ ഏറ്റവും പ്രധാനമായും ആരാണ് സ്ഥാനാർത്ഥി, അല്ലേ? പ്രാദേശിക, പ്രത്യേകിച്ച് ഒരു പഞ്ചായത്തിൽ, ഒരു ഗ്രാമപഞ്ചായത്തിൽ, ഒരു പക്ഷേ ജില്ലാ പഞ്ചായത്തിൽ രാഷ്ട്രീയം, സംസ്ഥാന രാഷ്ട്രീയം സംസാരിക്കുമായിരിക്കും, UDF, LDF, BJP എന്ന് പറയുന്നത്. പക്ഷേ ഒരു ബ്ലോക്ക് പഞ്ചായത്തിലും ഒരു ഗ്രാമപഞ്ചായത്തിലും അവിടെ രാഷ്ട്രീയം എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിൽ എപ്പോഴും പ്രാദേശികമായ രാഷ്ട്രീയം. ആരാണ് സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം, ആ സ്ഥാനാർത്ഥിക്ക് കുടുംബ ബന്ധങ്ങളുണ്ടോ? ഏറ്റവും പ്രധാനം ആ ബന്ധങ്ങളാണ്. അല്ലാതെ നമ്മൾ വലിയ രാഷ്ട്രീയം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ കുടുംബ ബന്ധം എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തു നോക്കുക, കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം എടുത്തു നോക്കിയാൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ കുടുംബ ബന്ധമുള്ളത്? കോൺഗ്രസ് പാർട്ടിക്കാണോ? BJP-ക്കാണോ? അതോ CPM-നാണോ? അത് CPI-ക്കാണോ? അവർക്കൊന്നും സംഘടനാപരമായി അവർക്ക് നല്ല ബലം കാണും, പക്ഷെ കുടുംബ ബന്ധം ഉണ്ടെന്ന് അവർക്കൊരിക്കലും പറയാൻ കഴിയില്ല. ആ കുടുംബ ബന്ധമുള്ളത് പ്രാദേശിക പാർട്ടിയായ കേരള കോൺഗ്രസ് പാർട്ടിക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് 60 വർഷം, ഇപ്പോൾ അടുത്ത ഒരു 40 ദിവസം കൂടെ കഴിയുമ്പോൾ അടുത്ത ജന്മദിനത്തിലേക്ക് പോകുന്നത്. നമ്മൾ ഒക്ടോബർ 9-ാം തീയതി
ഇത്രയും വർഷമായി നമ്മൾ ഒരു തിരുത്തൽ ശക്തിയായി കേരള സമൂഹത്തിൽ കേരള കോൺഗ്രസ് നിൽക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബ ബന്ധമുള്ളത് കൊണ്ടാണ്. ചിലപ്പോൾ ആ കുടുംബത്തിലുള്ളത് മറ്റു ചേരിയിലേക്ക് പോയി കാണും, അല്ലെങ്കിൽ ഇപ്പുറത്തേക്കുണ്ടാകും. പക്ഷെ ഒരിക്കലും ആ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകുന്നില്ല. അവരാകട്ടെ, നമ്മുടെ കാരണവന്മാരാകട്ടെ, അല്ലെങ്കിൽ മക്കളാകട്ടെ, അടുത്ത ജനറേഷൻ ആകട്ടെ, അവരൊക്കെ ആ കുടുംബത്തിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. കുടുംബ ബന്ധമാണ്. ഇപ്പോൾ ഈ മെമ്പർഷിപ്പ് കൊടുത്തപ്പോൾ ആദ്യത്തെ വ്യക്തിയോട് ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞത്, കേരള കോൺഗ്രസ് കുടുംബത്തിലേക്ക് സ്വാഗതം, കേരള കോൺഗ്രസ് പാർട്ടിയിലേക്കല്ല. മാണിസാറും എന്നെല്ലാം മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ടോ കേരള കോൺഗ്രസ് കുടുംബത്തിലേക്കാണ് സ്വാഗതം. ആ കുടുംബ ബന്ധമാണ്. ആ കുടുംബ ബന്ധം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് അത് കേരള കോൺഗ്രസ് പാർട്ടിക്കാണ്. കേരള സമൂഹത്തിൽ, കേരള സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് നമ്മുടെ സ്വാധീന മേഖലയായ മലയോര പ്രദേശങ്ങളിൽ. ഞാൻ ഓർക്കുന്നത്, ഒരു 2-3 മാസക്കാലം മുമ്പ് ട്രെയിനിൽ പോയപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ ഈ ട്രെയിനിൻ്റെ ഓപ്പോസിറ്റ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, ഇന്ന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഇന്ന് കേരള കോൺഗ്രസിനെക്കാളും ആ കുടുംബ പശ്ചാത്തലമുള്ളത് കൊണ്ട് തന്നെ. അദ്ദേഹം പഠിച്ചിട്ട് തന്നെയാണ് പറഞ്ഞത്. കാരണം അതായിരിക്കും നമ്മൾ സംസാരിക്കാൻ പോകുന്ന ആരാണോ, സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, സാന്നിധ്യമുണ്ടോ, കുടുംബ ബന്ധമുണ്ടോ, ആ കുടുംബ ബന്ധം നമുക്കെന്താ, ചിലപ്പോൾ അപ്പുറത്തായിരിക്കാം, പോയി കാണണം, അത് ഊട്ടി ഉറപ്പിക്കുവാൻ കഴിയണം. നമ്മൾ പല സ്ഥലങ്ങളിലും ചെയ്യുമ്പോൾ, കഴിഞ്ഞ ദിവസം മറ്റൊരു ജില്ലയിൽ സമ്മേളനം കഴിഞ്ഞു. അവിടെ ആ പ്രദേശത്തുള്ള അപ്പുറത്തും ഇപ്പുറത്തുള്ള കേരള കോൺഗ്രസ്സുകാരുടെ 70 വയസ്സ് 80 വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകളെ വിളിച്ചു വരുത്തി അവിടെ അവരെ ആദരിക്കുകയുണ്ടായി. ഒരു മണ്ഡലത്തിൽ, പഞ്ചായത്തിൽ, ആ പഞ്ചായത്തിൽ 280 പേര് 80 വയസ്സുള്ള പഴയകാല കേരള കോൺഗ്രസ് പ്രവർത്തകരെ ആ ഹോളിൽ വിളിച്ചു വരുത്തി. അതായിരുന്നു മെഴി ചടങ്ങ്. അവിടെ രാഷ്ട്രീയ പ്രസംഗമൊന്നുമില്ലായിരുന്നു. അവരെ അനുമോദിച്ചു എന്ന് പറയുന്നത് ചിലപ്പോൾ അപ്പുറത്തെ ഗ്രൂപ്പിലോ, പക്ഷേ അവരെ പോയി അനുമോദിച്ചു കഴിഞ്ഞപ്പോൾ, അവരുടെ കണ്ണുകൾ, അവരെ ആദരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു. അവരുടെ മക്കൾ കൂടെ വന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആ കുടുംബ ബന്ധങ്ങൾ യോജിപ്പിച്ച് നമുക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ. ഇന്ന് കേരള കോൺഗ്രസ് പാർട്ടിയെ ആർക്കാണ് വേണ്ടാത്തത്? UDF-ന് വേണ്ടേ? CPM ഇടതുപക്ഷം പറയുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടാകും, ഞങ്ങൾക്കൊരു നിലപാടേ ഉള്ളൂ. ആ നിലപാട് ഉറച്ച നിലപാടാണ്. കഴിഞ്ഞ 6 വർഷത്തെ ചരിത്രം എടുത്ത് നോക്കിയാൽ കേരള കോൺഗ്രസ് എപ്പോഴേലും ആടി മറിഞ്ഞിട്ടുണ്ടോ? അത് ഏത് തീരുമാനമാകട്ടെ, ഉറച്ച നിലപാട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോൾ ഈ മുന്നണി തെറ്റായ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അത് തെറ്റാണ് ചങ്കുറപ്പോടുകൂടി പറയാനുള്ള ഒരു ധൈര്യം കേരള കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. വനഭേദഗതി നിയമം വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് പറ്റില്ല എന്ന് പറഞ്ഞു. അതിനെതിരെ ആദ്യമേ പറഞ്ഞു, വലിയ ഒരു ക്യാമ്പയിൻ വന്നു. പക്ഷേ മുഖ്യമന്ത്രിയെ കണ്ടു പറഞ്ഞു അതിൻ്റെ ഭവിഷ്യത്ത് ഇതായിരിക്കും, ഇത് കർഷകരെ ആ നിയമം മിസ്യൂസ് ചെയ്യും, ദുരുപയോഗം ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ അത് മാറ്റിവെച്ചു. അപ്പോൾ ഇന്ന് കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആർക്കാണ് വേണ്ടാത്തത്? എല്ലാവർക്കും വേണം. BJP പറയുന്നു, BJP ഞങ്ങളെ സമീപിച്ചു, അവര് ഈ പറയുന്ന BJP-യിലേക്ക് അവർക്ക് സ്വാഗതം ചെയ്യും. ഇന്ന് UDF-ലേക്ക് പോയ സ്വാഗതം ചെയ്യും. ഇവിടെ തന്നെ നിലനിൽക്കണമെന്നുള്ളത് ഇന്ന് LDF-ന്റെ ആവശ്യമാണ്. അല്ലെങ്കിൽ അവരുടെ അർഹതപ്പെട്ട നമ്മളെ സ്വീകരിച്ചതാണ്. ഇത് പറയുമ്പോഴും കേരള കോൺഗ്രസ് എമ്മിന് ഒരു നിലപാടെയുള്ള, ആ നിലപാട് ഉറച്ച് LDF-നോടൊപ്പം തന്നെ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമില്ല. ഇന്ന് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ നീ പറയുന്ന നമ്മളെ ഒന്ന് മോശക്കാരനാക്കുവാനും സംശയത്തിൻ്റെ ധ്വനിയിൽ കൊണ്ട് നിർത്തുവാനും പലരും പറയും. പക്ഷെ നിലപാടൊന്നേ ഉള്ളൂ, നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കേരള കോൺഗ്രസിന് ഇന്ന് എല്ലാവർക്കും ആവശ്യം. കാരണം എന്താ? കാരണം അത് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ നിലപാടെടുത്തുകൊണ്ട് ഇന്ന് കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും ആർക്കാകട്ടെ സാമൂഹ്യ വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടാണ്. ഇപ്പൊ കർഷകരുടെ കാര്യങ്ങൾ പറയുന്നു. ഇന്ന് കർഷകരെ പറ്റി പറയുന്ന വളരെയധികം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാണും, അല്ലേ? അത് CPM കാണും, CPI കാണും, കോൺഗ്രസ് കാണും, BJP കാണും, ഇപ്പുറത്തെ ജോസഫ് ഗ്രൂപ്പ് കാണും. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, മാണിസാറല്ലേ കഴിഞ്ഞ ഈ പറയുന്ന കർഷക രാഷ്ട്രീയം പൊതുരാഷ്ട്രീയത്തിന്റെ അജണ്ടയിൽ മാറ്റിയെടുത്തതാരാ?
എല്ലാവരും പണ്ട് സംസാരിക്കുമായിരുന്നു അല്ലേ? ആ സമയത്ത് ആക്ഷേപങ്ങൾ ഒത്തിരി വന്നിരുന്നു. പക്ഷെ ആ കർഷകർക്ക് വേണ്ടി നിന്നതും അതിനുവേണ്ടി പോരാട്ടം നടത്തിയതും അതിനുവേണ്ടി മുദ്രാവാക്യം വിളിച്ചതും ആ പോരാട്ടത്തിൽ വെറും മുദ്രാവാക്യവും സമരവും മാത്രമല്ല, അതിൻ്റെ ഫോളോ അപ്പ് ചെയ്ത് അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നവരെ നമ്മൾ ഇടപെടലുകൾ നടത്തി മുന്നോട്ട് പോയിട്ടുണ്ട്. അത് മാണിസാർ ഉള്ളപ്പോഴും ഉണ്ട്. ഇപ്പോഴും ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏതെങ്കിലും ഒരു മുദ്രാവാക്യം പറഞ്ഞിട്ട് ഒരു സമരം നടത്തിയിട്ട് വിട്ടുപോരുകയല്ല, അത് നടപ്പിലാക്കുന്നോടം വരെ ആ ക്യാമ്പയിൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നമ്മളിന്ന് വിട്ടുപോയവരും ഒരു സമരം നടത്തി ഒരു യോഗം നടത്തിയിട്ട് പോകുന്നതല്ലാതെ വ്യക്തമായ നമ്മുടെ DNA എടുത്തു നോക്കിയാൽ, ആ രക്തം എടുത്തു നോക്കിയാൽ ആ കർഷകന്റെ DNA ആർക്കാണുള്ളത്? അത് കേരള കോൺഗ്രസ് എമ്മിന് മാത്രമുള്ളതാണ് എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുക. ആ DNA എടുത്തു നോക്ക്. മറ്റുള്ളവരൊക്കെ സംസാരിക്കും, പക്ഷേ കർഷകരുടെ DNA എടുത്തു നോക്കുമ്പോൾ, ആ കേരള കോൺഗ്രസിന്റെ DNA എടുത്തു നോക്കുമ്പോൾ അത് കർഷകരുടെ മാത്രമാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മളെ ചിലപ്പോൾ കർഷകർ വിമർശിച്ചിരിക്കും, നമ്മളെ ചിലപ്പോൾ സാമൂഹിക വിഷയങ്ങൾ വരുമ്പോൾ വിമർശിച്ചിരിക്കണം, എന്തുകൊണ്ടാണ് മിണ്ടാത്തത് എന്ന് ചോദിച്ചെന്നിരിക്കും. കാരണം അവരാഗ്രഹിക്കുന്നത് നമ്മൾ ഇടപെടണം. കേരള കോൺഗ്രസ് ഇടപെട്ടാൽ അതിന് പരിഹാരം കാണും എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം മുനമ്പവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, 1 വർഷം കഴിഞ്ഞു. ആ മുനമ്പവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അവിടെ ഏറ്റവും ആദ്യമേ പ്രതിപക്ഷ നേതാവ് ഒന്നുമല്ല, ഏറ്റവും ആദ്യമേ കേരള സംസ്ഥാനത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രസിഡന്റ് അല്ല, ചെയർമാൻ, ഒരു നേതാവ് എന്ന നിലയ്ക്ക് ആദ്യമേ ചെന്നത് കേരള കോൺഗ്രസ് എമ്മ. വ്യക്തമായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക മാത്രമല്ല, ഇതിനൊരു പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടതും. അതിനുശേഷം പലരും പോയി, പലരും തെറ്റിദ്ധരിപ്പിച്ചു. പക്ഷെ അവസാനം എന്താണ്? അത് പരിഹരിക്കാൻ കഴിഞ്ഞില്ല. അവിടെ വഖഫിന്റെ നിയമം വന്നു. ആ നിയമം വന്നപ്പോൾ നമ്മളൊരു സമുദായത്തിനും എതിരല്ല, ഓർത്തോളൂ, നമ്മളൊരു സമുദായത്തിനും എതിരല്ല. പക്ഷേ സാമൂഹ്യനീതി അത് നിലനിർത്തുവാൻ വേണ്ടി ചില ഭേദഗതികൾ വരുത്തണം. മുഴുവൻ ആളുകളും ഇവിടെ പറഞ്ഞതുപോലെ അതിനെ എതിർക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഭാഗത്ത് കേരള കോൺഗ്രസ് എം ഒരു നിലപാടെടുത്തു. ആ നിലപാടെടുത്തത് എന്താണ്? അത് എടുത്തത് ഒരു ട്രൈബ്യൂണലിൽ ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ ഒരു സാമൂഹ്യ നീതിക്ക് വേണ്ടി കോടതിയിൽ പോകാൻ അനുവാദമില്ല എന്ന് പറയുമ്പോൾ അത് ഭരണഘടനയ്ക്കെതിരാണ്. നമ്മുടെ ഒരു അവകാശമാണ്. നമുക്കൊരു നീതി ലഭിച്ചില്ലെങ്കിൽ നമ്മളൊരു കോടതിയിൽ പോകാമെന്നുള്ളത്. അവിടെ ആ ഭേദഗതിയെ നമ്മൾ പിന്താങ്ങി. പക്ഷെ ആ പ്രസംഗത്തിൽ നിങ്ങൾ എടുത്ത് നോക്കിയാൽ ഞാൻ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ പല കാര്യങ്ങൾ അവരുടെ ബോർഡിൽ, വഖഫ് ബോർഡിൽ മുസ്ലിം അല്ലാതെ മറ്റൊരു വ്യക്തിയെ അതിൽ വെക്കുന്നത് ശരിയല്ല എന്ന് വ്യക്തമായി അവിടെ പ്രസംഗിച്ചു. നമുക്കറിയാം, ഇന്ന് ദേവസ്വം ബോർഡുകളുണ്ട്. ആ ദേവസ്വം ബോർഡുകളിൽ ആരെയും ഒരു കത്തോലിക്കനെയോ അല്ലെങ്കിൽ ഒരു മുസ്ലിമാനെ അവിടെ കയറ്റിവെക്കുമോ? ഇല്ല. അത് ശരിയല്ല എന്ന് അവിടെ പറയുണ്ടായി. പക്ഷേ ചങ്കുറ്റത്തോട് പറഞ്ഞത് അത് കേരള കോൺഗ്രസ് പാർട്ടി മാത്രമാണ്. അത് മാത്രമാണോ? ഈ വിഷയം പരിഹരിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രത്തിൽ കണ്ടു കാണും, അവിടെയുള്ള വികാരി ജനറൽ ഉൾപ്പെടെയുള്ള 2-3 പേര്, ഞങ്ങൾ വിളിച്ചു വരുത്തിയതല്ല, അവിടുത്തെ സമരസമിതിയുടെ പ്രസിഡന്റ് ഉൾപ്പെടെ പാലാ വീട്ടിൽ വന്നിതിന് പരിഹാരം കാണണം. മാണി സാറിൻ്റെ കേരള പാർട്ടിയാണ് കേരള കോൺഗ്രസ്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കൊരു പബ്ലിസിറ്റിയും വേണ്ട, പക്ഷേ പഠിച്ച് അതിനകത്ത് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് പരിശോധിക്കാം. കഴിഞ്ഞ 5 ദിവസക്കാലം മുമ്പ് ഞാൻ പാർലമെൻറ്റായിരുന്നു. ഞാൻ പറഞ്ഞു പാർലമെൻറ്റിന് തിരിച്ചു വരട്ടെ. ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടു. പല വിഷയങ്ങളുണ്ട്, ഇവിടുത്തെ പട്ടയ വിഷയം ഉൾപ്പെടെയുള്ളതുണ്ട്. പക്ഷേ ഈ വിഷയവും ഞാൻ പറഞ്ഞു, ഇത് സാമൂഹ്യനീതിയുടെ കാര്യമാണ്. അവിടെ 600ഓളം വരുന്ന കുടുംബങ്ങൾ പണം കൊടുത്ത് അവിടെ സ്ഥിരതാമസമായി അവിടെ ടാക്സ് അടച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അടയ്ക്കാൻ പറ്റുന്നില്ല, വിൽക്കാൻ പറ്റുന്നില്ല, ലോൺ എടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥിതിയിൽ അതിന് തീർച്ചയായും അവരെ പ്രൊട്ടക്റ്റ് ചെയ്തേ പോകാൻ പറ്റുള്ളൂ എന്ന് സർക്കാരിന് നിലപാടുണ്ട്. ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് അവർ കേരള കോൺഗ്രസിലേക്ക് വരുന്നത് അല്ലെങ്കിൽ സമീപിക്കുന്നത്? ഒരു പ്രതീക്ഷയാണ്.
അപ്പോൾ നമുക്ക് ഇന്ന് അത് മുനമ്പത്തിൻ്റെ വിഷയം മാത്രമല്ല, ബഫർ സോണിൻ്റെ വിഷയം ഏറ്റവും കൂടുതൽ ഇവിടെ ജോസ് പാലത്തിനാലും ഇവിടെ മറ്റുള്ളവരുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ച എത്രയോ പ്രാവശ്യങ്ങൾ വന്നു, മാസങ്ങളോളം നിന്ന്. പക്ഷേ നമ്മൾ അതിനു വേണ്ടി നിലപാടെടുത്ത് പറഞ്ഞു എന്ന് മാത്രമല്ല, അവിടെ അതുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ എംപവർ കമ്മിറ്റിയിൽ പോയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ഒരേ ഒരു സംഘടന, അത് കേരള കോൺഗ്രസ് പാർട്ടി മാത്രമേ. സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങൾ അവിടെ പോയി നിങ്ങൾ എംപവർ കമ്മിറ്റിയിൽ പോയി പറയൂ, എന്നിട്ട് അവർ ഞങ്ങളുടെ അടുത്ത് വന്ന് പറയും. അതിനകത്ത് നമ്മളൊരു തീരുമാനമെടുത്തു. റിമോട്ട് സെൻസിങ് അല്ല വേണ്ടത്, ഗ്രൗണ്ട് ലെവലിലുള്ള ഇൻവെൻട്രിയാണ്. എന്ന് പറഞ്ഞാൽ എത്ര കടകളുണ്ട്, എത്ര വീടുകളുണ്ട്, എത്ര കൃഷിയുണ്ട് എന്നുള്ളത് ഗ്രൗണ്ട് ലെവലിൽ എടുക്കണമെന്ന് ആദ്യമേ പറഞ്ഞത് കേരള കോൺഗ്രസ് പാർട്ടിയാണ്. ഞാൻ ഓർക്കുന്നു, അന്ന് അസംബ്ലിക്കകത്ത് നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയോട് ചോദിക്കുക, നിങ്ങൾ ഇന്നിപ്പോൾ ഈ ഗ്രൗണ്ട് ലെവൽ വെച്ച് വേണം ഇൻവെൻട്രി എടുക്കാൻ എന്ന് പറഞ്ഞത് കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ ജോസ് കെ മാണി പറഞ്ഞത് കൊണ്ടല്ലേ? 2 പ്രാവശ്യം ആവർത്തിപ്പിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്താകട്ടെ, പേര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നമ്മുടെ ഇടപെടലുകളാണ്. അവിടെ പറഞ്ഞത് ബഫർ സോൺ എന്ന് പറയുന്നത് ഈ പറയുന്ന വനവുമായി ബന്ധപ്പെട്ട്, വന്യമൃഗവുമായി ബന്ധപ്പെട്ട് 1 കിലോമീറ്ററോ അല്ലെങ്കിൽ 10 കിലോമീറ്റർ ബഫർ സോൺ എന്ന് പറയുമ്പോൾ അവിടെ പോയി ഞാൻ ആർഗ്യൂ ചെയ്തത്, അതിലേക്ക് കണക്കുകൾ പറഞ്ഞാൽ ഇനി മണിക്കൂറുകളെടുക്കും, പ്രസംഗിക്കാൻ വേണ്ടി വരും, അതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നത്. പക്ഷേ കണക്ക് വെച്ച് ഞാൻ പറഞ്ഞു, വനം ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഈ ചെറിയ സംസ്ഥാനത്താണ്. അവിടെ വേണ്ടത് ഇക്കോളജിക്കൽ സെൻസിറ്റീവ് അല്ല വേണ്ടത്, അവിടെ വേണ്ടത് പീപ്പിൾ സെൻസിറ്റീവ് ആണ് വേണ്ടത്. എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്ത് ജനങ്ങൾ താമസിക്കുന്നുണ്ടെങ്കിൽ അവിടെ സെൻസിറ്റീവായിട്ട് നിൽക്കുന്നത് ജനങ്ങളാണെങ്കിൽ 1 കിലോമീറ്റർ അകത്തേക്ക് വെക്കേണ്ടത്. കാരണം ഇവിടുത്തെ പരിസ്ഥിതിയെ സംരക്ഷിച്ചിരിക്കുന്നത് കർഷകരാണെന്നോ ഏറ്റവും വലിയ തെളിവാണ് ഇവിടുത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കുകൾ. വനം ഏറ്റവും കൂടുതൽ ഈ രാജ്യത്തുള്ളത്. ഫോറസ്റ്റ് കവറ് 54%. മറ്റ് സംസ്ഥാനങ്ങളും തമിഴ്നാടും കർണാടകയും ഒക്കെ ഉള്ളത് വെറും 22-23%. വനാവരണം അല്ലെങ്കിൽ വൃക്ഷാവരണമുള്ളത് 54%. ഇത് എൻ്റെ കണക്കല്ല, ഇത് പാർലമെന്റിനകത്ത് അവർ ചോദ്യത്തിന് ഉത്തരം നൽകിയതാണ്. അതുപോലെ ഇപ്പോൾ നമുക്കറിയാം, ഇന്ന് പട്ടയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഓർക്കുന്നു, ഈ വിഷയം ഏതാണ്ട് 4 വർഷക്കാലം ഇവിടെ വന്നപ്പോൾ തൊടുപുഴ വെച്ച് ഞാൻ പ്രസംഗിച്ചു. അത് എന്താണ്? പട്ടയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ സർവസ്വതന്ത്ര കൃഷിഭൂമി അത് കർഷകന്റെ അവകാശമായിരിക്കണമെന്ന് പ്രസംഗിച്ചതാണ്. വേറെ അത് കഴിഞ്ഞിട്ട് പലരും അവിടെ വന്ന് പ്രസംഗിച്ചു, ഏറ്റെടുത്തു ആ മുദ്രാവാക്യം, കുഴപ്പമില്ല. അതിൻ്റെ പിതൃത്വം എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് പാർട്ടിയാണ്. ഇന്നും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഏതാനും ദിവസങ്ങൾക്കകം അതിൻ്റെ ബില്ല് പാസ്സായി, അതിൻ്റെ റൂൾസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അടുത്ത ആഴ്ച തന്നെ വരാം. പക്ഷേ അവിടെയും നമ്മൾ പറഞ്ഞു, ഈ നിയമ ഭേദഗതി വരുമ്പോൾ ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടല്ല സർക്കാർ ചെയ്യേണ്ടത്. പൂർണ്ണമായും എന്തെങ്കിലും അനോമലി ഉണ്ടെങ്കിൽ, അതിനകത്ത് പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുവാനും അതിനൊരു വരുമാനമെടുക്കുകയല്ല, ഫ്രീ ആയിട്ട് അത് എന്തെങ്കിലും ആ പ്രശ്നങ്ങളുണ്ട് പരിഹരിച്ച് ഫ്രീ ആയിട്ട് ആ വീടുകളാകട്ടെ മറ്റ് സ്വത്തുക്കളാകട്ടെ അത് മുഴുവൻ അവൻ്റേതാക്കി മാറ്റിയെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അതിലേക്ക് അടുത്ത ആഴ്ചയെങ്കിലും നമുക്കറിയാം, അതിലേക്ക് ഈ വിഷയങ്ങളൊന്നും ഇന്ന് തുടങ്ങി നാളെ പരിഹരിക്കുന്നതല്ല. ഇത് കാലാകാലങ്ങളിലായിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ തന്നെയായ പ്രയാസങ്ങളുണ്ട്. ഇപ്പോൾ വന്യമൃഗത്തിൻ്റെ വിഷയം, ആ വന്യമൃഗത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ എന്താണ് ഇടപെട്ടത്? ഈ രാജ്യത്തെ ഏറ്റവും ആദ്യമേ വന്യമൃഗം ജനവാസ കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ അക്രമകാരികളായ വന്യമൃഗത്തിനെ വെടിവെക്കണമെന്ന് പറഞ്ഞത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ, അത് കേരള കോൺഗ്രസ് പാർട്ടിയാണ്. അവിടെ ധൈര്യത്തോടുകൂടി പറഞ്ഞു. ആദ്യമേ പല ആൾക്കാരും എന്നെ ഫോണിൽ വിളിച്ച് പരിസ്ഥിതി സ്നേഹികൾ അങ്ങനെ പറയാവോ ഇങ്ങനെ പറയാവോ, ഞാൻ പറഞ്ഞു പിന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്യമൃഗത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കേരള സംസ്ഥാനത്തെ കേരള കോൺഗ്രസിൻ്റെ മുഴുവൻ നേതാക്കന്മാരടക്കം ഡൽഹിയിൽ അവർ സമരം നടത്തി. മുഴുവൻ MLA-മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ ഡെലിഗേഷന് പോയി മന്ത്രി പറഞ്ഞു 5 മിനിറ്റ് എനിക്ക് തരാം. കാരണം അന്ന് ആ ആഴ്ചയിലായിരുന്നു മന്ത്രിയുടെ പിതാവ് മരണമടഞ്ഞു. 11 ദിവസം പ്രാർത്ഥന കഴിഞ്ഞ് ആ വരുന്ന ദിവസമാണ്. അന്ന് തന്നെ അദ്ദേഹത്തിന് ചോദ്യവും പാർലമെന്റിലുണ്ട്. എനിക്ക് സമയമില്ല, പക്ഷേ MLA-മാർക്ക് തിരിച്ചു പോകണം, നമ്മുടെ നേതാക്കന്മാർക്ക് തിരിച്ചു പോകണം. ഞാൻ പറഞ്ഞു 5 മിനിറ്റ് കൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. പക്ഷേ അത് വന്നു, കണ്ടു, 1.25 മണിക്കൂറിന് സംസാരിച്ചു, സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു. അവിടെ പറഞ്ഞതെന്താ? ഞാൻ പറഞ്ഞതെന്താ? അവിടെ ഫെൻസ് കെട്ടാനോ കോമ്പൻസേഷൻ കെട്ടാനോ ഒന്നുമല്ല നമ്മൾ പറഞ്ഞത് നിയമത്തിലുണ്ട് അനോമലിയാണ്. ഈ നിയമ ഭേദഗതി നടത്തണം. എന്താണ് നിയമത്തിൽ പറയുന്നത്?
നിയമത്തിൽ പറയുന്നത്, അതിൻ്റെ അകത്ത് സെക്ഷൻ 11(1)ൽ പറയുന്നത്, അക്രമകാരികളായ ഒരു വന്യമൃഗം ജനവാസ കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ സ്വയം രക്ഷയ്ക്ക് വേണ്ടി അതിനെ കൊലപ്പെടുത്താം. അതിനെ നേരിടുന്ന ആ വ്യക്തിക്കോ കൂടെ നിൽക്കുന്നയാളിനോ അതിനെ കൊലപ്പെടുത്താം. ദാറ്റ് ഈസ് നോട്ട് എ ക്രൈം. പിന്നെ എന്തിനാ കേസെടുക്കുന്നത്? എന്തുകൊണ്ടാണ് കേസെടുക്കുന്നത്? ആ കേസെടുക്കുന്ന ഇവിടെ ഒത്തിരി വക്കീലന്മാരുണ്ട് അല്ലേ? രജി വക്കീലല്ലേ? അല്ലേ? ഇനി അങ്ങനെ പറയാവൂ? അപ്പോൾ ജയേഷന് വക്കീലന്മാർ കുറവാന്ന് തോന്നുന്നു. ജയേഷന് വക്കീലാക്കാൻ പോന്നു. അവിടെ എന്താണ്? അവിടെ ഒരു പ്രിസംഷനാണ്. ആ പ്രിസംഷൻ എന്താ? ആ പ്രിസംഷൻ എന്ന് പറഞ്ഞാൽ ഒരു വന്യമൃഗത്തിനെ ആക്രമിച്ചാൽ നോൺ ബെയിലബിൾ ആയിട്ട് കേസെടുക്കും എന്ന് പറഞ്ഞാൽ നീ കുറ്റക്കാരനാണ് അല്ലേ? എന്നല്ലേ ഇപ്പം എടുക്കുന്നത്. അപ്പം നമ്മുടെ ഉത്തരവാദിത്തമാണ് കോടതിയിൽ പോയി നമ്മൾ തെളിയിക്കണം നമ്മൾ കുറ്റക്കാരനല്ല എന്നുള്ളത്. സാധാരണ രീതിയിൽ അത് നിയമത്തിനകത്തൊരു പ്രിസംഷൻ ഉണ്ടെങ്കിലേ അങ്ങനെ വരുള്ളൂ. ആ പ്രിസംഷനുള്ള 2-3 വകുപ്പുകളാണ്. 1 പോസ്കോ കേസ്, 2 നമുക്ക് മയക്കുമരുന്ന് കയ്യിലുണ്ടെങ്കിൽ പിടിച്ചാൽ ഉടനെ നോൺ ബെയിലബിൾ ആയിട്ട് അറസ്റ്റ് ചെയ്യും. നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ ഇതിനകത്ത് നമ്മൾ നിരപരാധിയാണെന്ന് പറയാൻ. അപ്പോൾ അതുമാത്രമല്ല, ഇന്ന് ജാതിപ്പേര് വിളിച്ചാൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ അങ്ങനെ വിളിച്ചില്ല എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ അകത്ത് പോകും. അതൊരു പ്രിസംഷനാണ്. പക്ഷെ ഇവിടെ ഒരു പ്രിസംഷൻ ഇല്ല. പക്ഷേ ഇന്ന് കേരള സംസ്ഥാനത്ത് മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളും പണ്ട് കാലത്ത് തൊട്ട് ഒരു പ്രിസംഷനാണ് ആ നോൺ ബെയിലബിൾ ആയിട്ട് കേസെടുക്കുക. ഒരിക്കലും പാടില്ല. അപ്പം കേന്ദ്രത്തിൻ്റെ മന്ത്രിയോട് പറഞ്ഞു ഇത് ശരിയാണോ? ഇൻ പ്രിൻസിപ്പിൾ പറഞ്ഞു ശരിയാ. പറയാതെ പറഞ്ഞു ഇത് ശരിയാ. പക്ഷേ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഒരു ഡയറക്ഷൻ കൊടുക്കാം. ആ ഡയറക്ഷൻ എന്താണ്? അത് ഈ വകുപ്പിൽ തന്നെ 65 പ്രകാരം ഡയറക്ഷൻ കൊടുക്കാം. ഡയറക്ഷൻ എന്താണ്? ആ ഡയറക്ഷൻ ഈ പറയുന്ന പാർലമെന്റിൽ വന്ന് നിയമ ഭേദഗതി നടത്തേണ്ട കാര്യമില്ല. നേരിട്ട് സർക്കാരിന് എക്സിക്യൂട്ടീവ് ഓർഡർ ഇടാം. ഇങ്ങനെയുള്ളത് കേസെടുക്കാൻ പാടില്ല. പക്ഷേ കേസെടുക്കാം എങ്ങനെയാ? ഇപ്പോൾ വന്യമൃഗത്തിൻ്റെ ഒരു മാംസം നമ്മുടെ കയ്യിലുണ്ട്, കേസെടുക്കാം. ആ കേസെടുക്കുന്നതും ഇത് എടുക്കേണ്ടതും പ്രിലിമിനറി അതിൻ്റെ അന്വേഷണം നടത്തി പോലീസ് കേസെടുത്തിട്ട് അത് ഫോറസ്റ്റിൻ്റെയാണ് ഹാൻഡ് ഓവർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പുള്ളി പറഞ്ഞു, മന്ത്രി പറഞ്ഞു ഞാൻ വരാം കേരളത്തിലേക്ക്. ചോദിച്ചു നോക്കിയോ നമ്മുടെ MLA-മാരോട്. തോമസ് ചാഴികാട് വൈസ് ചെയർമാൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഞാൻ കേരളത്തിലേക്ക് വരാം, 2 സ്ഥലത്ത് വരാം. ഞാൻ SP-യെയും വിളിക്കാം, ജനപ്രതിനിധികളെയും വിളിക്കാം, കളക്ടറെയും വിളിക്കാം. ഞാൻ ഡയറക്ഷൻ കൊടുക്കാം എന്ന് പറഞ്ഞാൽ മറ്റ് റിട്ടേൺ ആയിട്ടുള്ള ഡയറക്ഷനല്ല, പക്ഷെ ഞാൻ ഡയറക്ഷൻ കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. അതോടൊപ്പം ഞാൻ പറഞ്ഞു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ഇത് ഉൾപ്പെടുത്തണം. എന്തുകൊണ്ടാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഭൂമി കുലുക്കവും അല്ലെങ്കിൽ ഇവിടെ വലിയ ദുരന്തമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ മാത്രമല്ല, ഒരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് പറയുന്ന കളക്ടർക്ക് ഒരു ടെററിസ്റ്റ് ഇങ്ങോട്ട് ഓടി വന്ന് നിങ്ങളെ അറ്റാക്ക് ചെയ്യുമ്പോൾ ആ ഡിസ്ട്രിക്ട് കളക്ടർക്ക് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് വെടിവെക്കാനുള്ള അധികാരമുണ്ട്. പക്ഷെ കാട്ടുപന്നിയോ കാട്ടുപോത്തോ വന്നാൽ അധികാരമില്ല. എവിടുത്തെയാണ്? ഒരു ജനാധിപത്യ സംവിധാനത്തിൽ. നിങ്ങൾ കണ്ടു കാണും, കോട്ടയത്തെ കളക്ടർ കണമനലിയിൽ ഒരു കാട്ടുപോത്ത് വന്ന് 2 കർഷകനെ കുത്തിക്കൊന്ന് 2 ദിവസം ഓടിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വാസവൻ മന്ത്രിയും അതോടൊപ്പം തന്നെ കളക്ടറോട് ഇരുന്ന് പ്രഖ്യാപിച്ചു, ഇന്ന റൂൾ പ്രകാരം ഞങ്ങൾ വെടിവെക്കാൻ തീരുമാനിച്ചു. എന്ന് വെടിവെച്ചോ? വെടിവെച്ചില്ല. കാരണം ഇതിനകത്തുള്ള അനോമലിയാണ്. ഇതിനുള്ള നിയമ ഭേദഗതി നടത്തിയേ പറ്റൂ. അതുകൊണ്ട് ഇത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഉൾപ്പെടുത്തിയാൽ എപ്പോൾ വേണമെങ്കിലും ഇതിന് നമുക്ക് വെടിവെക്കാൻ കളക്ടർക്ക് ഓർഡർ ഇടാൻ മാത്രമല്ല അതിനകത്ത് കോമ്പൻസേഷൻ കൊടുക്കാനുള്ള അധികാരവും അതിനകത്ത് വരിക. അപ്പോൾ ഞാൻ ചുരുക്കട്ടെ സ്നേഹിതരെ, ഇന്ന് വന്യമൃഗത്തിൻ്റെ മാത്രം ഞാൻ സൂചിപ്പിച്ചു, വനഭേദഗതി നിയമം വന്നു കഴിഞ്ഞപ്പോൾ അത് വേണ്ട എന്ന് വെക്കണമെന്ന് കേരള കോൺഗ്രസ് പാർട്ടി പറഞ്ഞു. ഇപ്പോൾ മറ്റൊരു ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമം വന്നിരിക്കുന്നു. അതിൻ്റെ കരട് രേഖ ഇപ്പോൾ സൈറ്റിൽ വന്നിരിക്കുക. ഒരു 3 ദിവസം മുമ്പ് ഞാൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ മുഴുവൻ സംസ്ഥാന നേതാക്കന്മാർ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്, കണ്ടോയെന്നറിയത്തില്ല, ഞാൻ ഇട്ടു. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടെങ്കിൽ പാർട്ടിയെ അറിയിക്കണം. 27-ാം തീയതി വരെയുള്ളൂ. അത് കഴിഞ്ഞാൽ ഇത് ക്രോഡീകരിച്ച് സർക്കാരിന് നമ്മുടെ നിർദ്ദേശം മുന്നോട്ട് കൊടുക്കും. പല കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാനുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്കൊന്നും വന്നതായിട്ട് ഞാൻ കാണുന്നുള്ളൂ. സത്യമായിട്ട് പറയാം, ഇതിനകത്ത് മാറ്റങ്ങൾ വരുന്നു. കാരണം ഇത് കേന്ദ്രത്തിൻ്റെ നിയമമാണ്. ചില നിയമങ്ങൾ മാറ്റാൻ പറ്റില്ല, കാരണം കേന്ദ്രത്തിൻ്റെ നിയമമായതുകൊണ്ട് തന്നെ. അപ്പോൾ അത് മാത്രമാണോ? ഇന്ന് ഇപ്പോൾ തെരുവ് നായയുടെ വിഷയം വന്നു.
ആ തെരുവ് നായയുടെ വിഷയം വന്നു കഴിഞ്ഞപ്പോൾ ഈ എം പിമാരെല്ലാം കൂടെ ഈ പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി സാധാരണ പാർലമെൻറ്റിന് തൊട്ട് മുമ്പ് മുഖ്യമന്ത്രി എം പിമാരെ എല്ലാം വിളിച്ചു കൂട്ടും. ആ എം പിമാരെ എല്ലാം വിളിച്ചു കൂട്ടിയപ്പോൾ പല കാര്യങ്ങൾ പറഞ്ഞു. അജണ്ട വെച്ച് സംസാരിച്ചപ്പോൾ വന്യമൃഗത്തിൻ്റെ വിഷയം വന്നു. അവിടെ വന്നപ്പോൾ കോമ്പൻസേഷൻ എത്ര കൊടുത്തു? ഞാൻ പറഞ്ഞു കോമ്പൻസേഷനൊക്കെ അവിടെ നിൽക്കട്ടെ, അതിൻ്റെ കൂട്ടത്തിൽ ഈ കാര്യമെല്ലാം പറഞ്ഞപ്പോൾ ഈ പറയുന്ന നമ്മുടെ തെരുവ് നായയുടെ കാര്യം പറഞ്ഞു. അല്ല, ഞാൻ ചോദിച്ചു, ഇവിടെയുള്ള പക്ഷിപ്പനി വരുമ്പോഴും പന്നിപ്പനി വരുമ്പോൾ അങ്ങനെയുള്ള പക്ഷികളെയും പന്നിയെയും എല്ലാം വെടിവെച്ചല്ലെങ്കിൽ അതിനെ കൊല്ലും, നായയെ കൊല്ലാൻ പറ്റത്തില്ല. അപ്പോൾ മന്ത്രി, കേന്ദ്രമന്ത്രി വരെ പറയുന്നു മുഴുവൻ കാട്ടുപന്നിയെ നാട്ടിലേക്ക് വരുന്ന വെടിവെക്കരുത്, കാരണം അത് കടുവായുടെയും പുലിയുടെയും ഒക്കെ ഭക്ഷണമാണ്. അങ്ങനെയാണെങ്കിൽ ഈ പട്ടിയെ പിടിച്ച്, ഞാൻ ആ യോഗത്തിൽ മുഴുവൻ സെക്രട്ടറിമാർ ഇരിക്കെ പറഞ്ഞു, പട്ടിയെ പിടിച്ച് ഒന്ന് ഡൊമസ്റ്റിക് ആനിമൽ, ക്രൂവൽറ്റി അഗൻസ്റ്റ് ഡൊമസ്റ്റിക് ആനിമൽ എന്ന വകുപ്പിലാണ് വരുന്നത്. ആ വകുപ്പ് പ്രകാരം ഈ പറയുന്ന ഡൊമസ്റ്റിക് ആനിമലിനൊരു ഉടമസ്ഥനുണ്ടാകണം. ആ ഉടമസ്ഥനില്ലെങ്കിൽ ഇതിനെ പിടിച്ച് ഒന്നെങ്കിൽ കേജിൽ അണയ്ക്കുക, അല്ലെങ്കിൽ ഇത് കാട്ടിക്കൊണ്ട് മാംസമായിട്ട് വനത്തിൽ കൊണ്ട് അവിടുത്തെ കാട്ടുമൃഗത്തിന് കൊടുക്കുക. കാട്ടുമൃഗങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? പുലി എങ്ങനെയാണ് ജീവിക്കുന്നത്? കടുവ എങ്ങനെയാണ്? സിംഹം എങ്ങനെയാണ്? അത് മറ്റൊരു മൃഗത്തിനെ തിന്നുകൊണ്ടാണ് അതിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത്. അത് ചെയ്യണമെന്ന് പറഞ്ഞൊന്ന് ചിരിച്ചു വിട്ടു. പക്ഷേ കഴിഞ്ഞ ദിവസം വരുന്ന ആർട്ടിക്കിൾസ് മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇത് തന്നെയാണ് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ സുപ്രീം കോടതിയിൽ അവിടെ അതിൻ്റെ വെഡിക്റ്റ് വന്നു. അത് കഴിഞ്ഞപ്പോൾ 3 ബെഞ്ചിലേക്ക് പോവുകയാണ്. അവിടെ കേരള കോൺഗ്രസ്, ഞാൻ സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റിനെ വിളിച്ചു. അവിടെ കേരള കോൺഗ്രസ് അതിനകത്ത് ഇംപ്ലീഡ് ചെയ്യാൻ പറ്റുമോ? അതിൻ്റെ വേഡിങ് വരാൻ വേണ്ടി ഇരിക്കാൻ. അതുകൊണ്ട് ഇപ്പം പറ്റില്ല, അത് കഴിഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ വലിയൊരു ലോബി അതിൻ്റെ പിന്നിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ ലോബി എന്ന് പറയുന്നത് പട്ടി സ്നേഹവും ഒക്കെ ആയിരിക്കും. നമുക്കെല്ലാം, എൻ്റെ വീട്ടിലുണ്ട് പട്ടി, സ്നേഹമുണ്ട്. പക്ഷേ ഉത്തരവാദിത്തങ്ങളുണ്ടാകണം, ഉടമസ്ഥനുണ്ടാകണം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇടപെടുകയുണ്ടായി. ഇന്ന് തീരദേശവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നമ്മുടെ പ്രദേശമല്ല തീരദേശം. കേരള കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള പ്രദേശമല്ല. 1.5 വർഷക്കാലം മുമ്പ് ഞാൻ പാർലമെൻറ്റിനകത്ത് പ്രസംഗിച്ചു. എന്താണ് പറഞ്ഞത്? അവിടെ പറഞ്ഞത് ബ്ലൂ എക്കോണമിയായി ബന്ധപ്പെട്ട്. ആ ബ്ലൂ എക്കോണമിയെ പറ്റി പറയണമെങ്കിൽ വീണ്ടും 1 മണിക്കൂർ പറയണം. ബ്ലൂ എക്കോണമി ഇന്ന് രാജ്യങ്ങളിലെല്ലാം വരിക എന്ന് പറഞ്ഞാൽ കടൽ പതിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ സമ്പത്തുള്ളത് ഇനി വരാൻ പോകുന്ന കടലിനകത്താണ്. കടൽ ഖനനം, കടൽ മണൽ ഖനനം എന്ന പേര് മറ്റൊരു പേരിൽ വിളിക്കും. അതുകൊണ്ട് അവിടെ വരാൻ പോകുന്നത്, ഒരു തുറമുഖം വരുമ്പോഴും ഒരു കടൽക്ഷോഭം വരുമ്പോഴും ഒരു ടൂറിസ്റ്റ് സ്പോട്ട് വരുമ്പോഴും ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ആരെയാണ്? മത്സ്യത്തൊഴിലാളികളെയാണ്. ഏറ്റവും കൂടുതൽ തീരദേശമുള്ളത് ഇന്ന് 550 കിലോമീറ്ററോളം എന്ന കേരള സംസ്ഥാനത്താണ്. അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ ഇന്ന് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നു ഈ നിയമം വന്നു കഴിയുമ്പോൾ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? കടലിൻ്റെ മക്കൾ കടലവകാശം എന്ന് പറയുന്ന നിയമം കൊണ്ടുവരണം. അത് സമാനമായി ഫോറസ്റ്റ് റൈറ്റ് ആക്ട് എന്ന് പറഞ്ഞൊരു നിയമം കൊണ്ടുവന്നു. 2008. എന്തിനാണ് ഫോറസ്റ്റ് റൈറ്റ് ആക്ട് കൊണ്ടുവന്നത്? വനസംരക്ഷണ നിയമം വന്നപ്പോൾ വന്യമൃഗവും വൃക്ഷവും മാത്രമേ സംരക്ഷിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ആദിവാസികൾ അതിനകത്തുണ്ട്. ഇവിടെയില്ലേ ആദിവാസികൾ? ജില്ലകളിലുണ്ട്, എല്ലാ ജില്ലകളിലുണ്ട്. ഒരുപക്ഷെ ആലപ്പുഴ ഒഴികെയുള്ള മുഴുവൻ ജില്ലകളിലും വനത്തിനകത്ത് താമസിക്കുന്ന ആദിവാസികൾ പുറത്തു പോകേണ്ടി വന്നു. അപ്പോൾ ഒരു നിയമം കേന്ദ്രം പാസ്സാക്കി, ഫോറസ്റ്റ് റൈറ്റ് ആക്ട്. അത് പ്രകാരമാണ് അവർക്ക് അതിനകത്ത് താമസിക്കാനുള്ള അധികാരം. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നിബന്ധനകൾ കാണും, അവർക്ക് അധികാരം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ BJPയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിലുള്ള, ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള MP-മാർ, BJP MP-മാർ ഉൾപ്പെടെ കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ ശ്രീ ജോസ് കെ മാണി പറഞ്ഞതോടുകൂടി ഞങ്ങൾ യോജിക്കുന്ന ഒരു നിയമ ഭേദഗതി വേണം എന്ന് പറഞ്ഞപ്പോൾ അത് വാർത്തയായി എല്ലാ ഇംഗ്ലീഷ് പത്രത്തിലും വന്നു. ഒരുപക്ഷെ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് കണ്ടിട്ടുണ്ടോ എന്ന സംശയമാണ്. അവിടെയും ഇടപെട്ടത് കേരള കോൺഗ്രസ് പാർട്ടിയാണ്. കടൽ ഇന്ന് 245 സ്ക്വയർ കിലോമീറ്റർ കൊല്ലത്ത് ടെൻഡർ ചെയ്ത് കഴിഞ്ഞു കടൽ മണൽ ഖനനം. നേരെ ആ വിഷയം അവിടെ പ്രസംഗിച്ചതിന് ശേഷമാണ് ഇവിടെയുള്ള UDF-ഉം LDF-ഉം അറിഞ്ഞത് ഇങ്ങനെ സംഭവം നടന്നത്. അതിൻ്റെ 4 ദിവസം കഴിഞ്ഞപ്പോൾ അസംബ്ലിക്കകത്ത് VD സതീശൻ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞ അതേ കാര്യം തന്നെ. നേരെ വന്നത് ശക്തികുളക്കരയിലേക്ക് ഞങ്ങൾ നേതാക്കന്മാർ MLA-മാർ ഉൾപ്പെടുത്തിക്കൊണ്ട് രാവിലെ 7:30 മണിക്ക് ധർണ നടത്തി. അവിടുത്തെ 2 പള്ളികളിൽ വികാരിയച്ഛന്മാർ അവിടെ വന്നു, വൈദികർ വന്നു. ഏതാണ്ട് 6000-ഓളം കുടുംബങ്ങളുണ്ട്. അവർ വന്നിട്ട് പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് ഒന്ന് ജീവിക്കാൻ അനുവദിക്കണം. അപ്പോൾ ഒരു കാര്യം പറഞ്ഞു, നിങ്ങളിത് ചർച്ച ചെയ്തു അസംബ്ലിക്കകത്ത്, പക്ഷെ പ്രമേയം പാസ്സാക്കിയില്ല. ഉടനെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, അടുത്ത ദിവസം കൂടുമ്പോൾ പ്രമേയം പാസ്സാക്കണം ഇതിനെതിരെ.
പ്രമേയം പാസ്സാക്കി. ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ നെൽകർഷകരുടെ വിഷയമായിരിക്കുകയാണ്. ആ നെൽകർഷകരുടെ വിഷയത്തിലും നമ്മൾ കൃത്യമായി 28 രൂപ 20 പൈസ 1 കിലോ നെല്ലിൽ നിന്നുള്ളത് 40 രൂപ ആക്കണം എന്ന് പറയുമ്പോൾ അതിന്റെ പണം ഉൾപ്പെടെ എവിടെയുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക. ഭൂമി തരം മാറ്റിയതിൽ നിന്ന് 1600 കോടി രൂപ ഇപ്പോൾ ട്രഷറിയിലുണ്ട്. അത് വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല, കോടതി പറഞ്ഞു കഴിഞ്ഞു. അത് ഈ പറയുന്ന ഭൂമി അല്ലെങ്കിൽ നെൽ അഭിവൃദ്ധിക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ. അവിടെ 2000 ആ കർഷകരെ അണിനിരത്തിക്കൊണ്ട് കിടങ്ങരയിൽ നമ്മൾ കുട്ടനാട് പോയി പരിപാടി നടത്തിയപ്പോഴും അവിടെ തീർച്ചയായും നമ്മളോടൊപ്പം കൂടിയത് അവിടുത്തെ കർഷക തൊഴിലാളികളുമാണ്. അവിടെ ഒന്ന് പറഞ്ഞേ, ഏത് വിഷയത്തിലാണ് കേരള കോൺഗ്രസ് ഇടപെടാത്തത്? കേരള കോൺഗ്രസ് പ്രസംഗിച്ചിട്ട് പോവുക മാത്രമല്ല, അതിന്റെ ഫോളോ അപ്പ് ചെയ്ത് നടപ്പിലാക്കാൻ കഴിയുന്നത് അത്രയും നടപ്പിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇന്ന് കേരള കോൺഗ്രസ് ഏത് മുന്നണി, നമ്മുടെ മുന്നണിയുടെ മുഖമോ അല്ലെങ്കിൽ നിറമോ നോക്കിയല്ല, നിലപാടെടുത്ത് അന്ന് കർഷകരായാലും സാമൂഹ്യ വിഷയങ്ങൾ വരുമ്പോഴും അതിനുവേണ്ടി നമ്മൾ മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളതാണ്. ഇന്ന് പലരും രാഷ്ട്രീയം കാണുന്നത് എങ്ങനെയാണെന്നറിയാമോ? സോഷ്യൽ മീഡിയയിലൂടെയാണ്. രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സോഷ്യൽ മീഡിയയിലൂടെ ഏറ്റവും കൂടുതൽ അറ്റാക്ക് വരുന്നത് ആർക്കാണെന്നറിയാമോ? കേരള കോൺഗ്രസിന്റെ നേതാവിനെതിരെയാണ്, എനിക്കെതിരെയാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടാണോ? നമ്മൾ അന്തസ്സായി ഈ വിഷയങ്ങളൊക്കെ ഇടപെടുമ്പോൾ അത് തൊടുപുഴ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് അവർക്ക് വിഷമം വരിക. അപ്പോൾ എന്താ, നുണക്കഥകൾ ഇറക്കി വിടുകയാണ്, കള്ളക്കഥകൾ എടുത്ത് വരികയാണ്, ക്യാരക്ടർ അസാസിനേഷൻ എടുത്ത് വരികയാണ്. ഒരു പറ്റം ആളുകൾ ഇന്ന് കമ്പ്യൂട്ടറിന് മുമ്പിൽ നിന്ന് ഇങ്ങനെയുള്ള ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാർക്ക് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഇന്ന് വ്യക്തിഹത്യ ചെയ്യുന്ന അതൊരു രാഷ്ട്രീയമാക്കി മാറ്റുകയാണ്. അത് രാഷ്ട്രീയമാണോ? ജനങ്ങളിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തനം നടത്തി ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുവാൻ കഴിയുന്നുണ്ടോ എന്നാണ് ജനത്തിൽ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ വാക്ക് ചുരുക്കട്ടെ സ്നേഹിതരെ, നമുക്ക് ഒത്തിരി 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 കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട നമുക്കറിയാം, ഇനി ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾക്ക് ജയിക്കുമോ, ഏതെങ്കിലും സ്ഥാനാർത്ഥി ജയിക്കുമോ തോക്കുമോ എന്നുള്ളതല്ല വിഷയം. കേരള സംസ്ഥാനത്ത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എത്ര വോട്ട് കിട്ടി എന്നുള്ളത് ഏറ്റവും ഈ മുഴുവൻ സ്ഥാനാർത്ഥികൾക്ക് എത്ര വോട്ട് കിട്ടി എന്നുള്ളത് എൻ്റെ കയ്യിൽ കണക്കുണ്ട്. ഇടുക്കി ജില്ലയിൽ ഓരോ നിയമസഭാ മണ്ഡലത്തിലും എത്ര വോട്ട് ജയിച്ചതും പരാജയപ്പെട്ടതുമായി കേരള കോൺഗ്രസ് 2ലേക്ക് എത്ര വോട്ട് കിട്ടി എന്നുള്ളത് അടുത്ത ദിവസം, ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പാർലമെന്ററി യോഗം 21-ാം തീയതി മന്ത്രി ഉൾപ്പെടെ MLA ഉൾപ്പെടെ ഞാൻ പറഞ്ഞു ഇരിക്കണം, രാത്രി പോകാൻ പാടില്ല, അവിടെ അവതരിപ്പിക്കും. അത് എത്രയാണോ അതിൻ്റെ ഇരട്ടിയിൽ നമുക്ക് കേരള കോൺഗ്രസിന് 2 ലയിൽ നമുക്ക് ചെന്നെത്താൻ കഴിയണം. അവിടെ ജയം തോൽവി അല്ല, ജയിക്കണം, അത് മറ്റൊരു കാര്യം. പക്ഷെ മത്സരിക്കണം. ഇന്ന് നോട്ടിഫിക്കേഷൻ വരുന്നോളം വരെ നിങ്ങൾ എല്ലാ വാർഡിലും മത്സരിക്കും എന്നുള്ള ചിന്ത വെച്ചോ, അതിനുവേണ്ടി പ്രവർത്തനം നടത്തിക്കോ. വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർക്കാനുള്ള സമയം കഴിഞ്ഞെങ്കിലും ഇനിയും വരും, അല്ലേ? വരുമല്ലോ. എത്ര പേരെ ചേർത്തു എന്നുള്ളത് കണക്കെടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം എത്ര ഗൗരവത്തോടുകൂടി ഈ ത്രിതല പഞ്ചായത്ത് നമ്മൾ ഏറ്റെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എല്ലാം നമുക്ക് സ്വാധീനമുണ്ട് എന്ന് നമുക്ക് വരുത്തേണ്ടതുണ്ട്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം വരും കേരള കോൺഗ്രസ് 2 ചിഹ്നത്തിൽ നിന്ന സ്ഥാനാർത്ഥികൾ ജയിച്ചതും പരാജയപ്പെട്ടതുമായിട്ട് ഇത്ര ലക്ഷം വേണ്ടേ? ജില്ലാ പഞ്ചായത്ത് തീർച്ചയായിട്ടും 2 ചിഹ്നത്തിൽ നിൽക്കുമ്പോൾ വിജയിക്കുമ്പോഴും പരാജയപ്പെടുമ്പോഴും നമുക്ക് ആദ്യമായാണ് ചരിത്രത്തിൽ UDF നിന്നപ്പോൾ ഒരിക്കൽ പോലും 14 ജില്ലയിലും ജില്ലാ പഞ്ചായത്ത് നമുക്ക് ലഭിച്ചിട്ടില്ല. കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിലും ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുമ്പോൾ നമുക്ക് ജില്ലാ പഞ്ചായത്ത് ലഭിച്ചു എന്ന് മാത്രമല്ല, കാസർഗോഡും കണ്ണൂരും പാലക്കാടും ഒക്കെ നമുക്ക് ജയിക്കാൻ, ഇടുക്കി ഉൾപ്പെടെ ജയിക്കുവാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവിടെയൊക്കെ സ്വാധീനമുണ്ട്. നമ്മുടെ കൂടെ നിൽക്കുന്നവർ അവിടെ തന്നെ നിന്ന് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ നിർണായകമാണ്. ഈ വരുന്ന അടുത്ത ഏതാനും മാസങ്ങൾ പ്രാദേശികമായി ഞാൻ പറഞ്ഞു, കേന്ദ്രത്തിൻ്റെ രാഷ്ട്രീയമോ സംസ്ഥാന രാഷ്ട്രീയമോ പലപ്പോഴും പറയും അയ്യോ സംസ്ഥാനത്ത് ഇങ്ങനെയാ. അതൊന്നുമല്ല ചർച്ച ചെയ്ത് പ്രാദേശികമായി ആരാണ് സ്ഥാനാർത്ഥി, കുടുംബ ബന്ധമുണ്ടോ, അവിടെ നല്ല സ്ഥാനാർത്ഥികളെ കണ്ടുപിടിക്കണം. അത് ഏറ്റവും കൂടുതൽ ഇനി വരാൻ പോകുന്ന നമുക്കറിയാം ഏറ്റവും റിസർവേഷൻ വനിതകൾ, അതോടൊപ്പം പക്ഷം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ റിസൾട്ട് എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മത്സരിച്ചത് വനിതകളാണ് കേരള കോൺഗ്രസ് പാർട്ടിയിൽ. തീർച്ചയായും അത് 50% ഒരു തരത്തിൽ പോയാൽ 60% വരെ നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് ഒരു സീറ്റ് മുന്നിലാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ
ഈ പറയുന്ന 13 വാർഡ് അല്ലെങ്കിൽ 15 വാർഡ് ഉണ്ടെങ്കിൽ അതിൽ ഒരു സീറ്റ് എന്ന് പറഞ്ഞാൽ 7 അല്ല, ഒരു സീറ്റ് കൂടുതൽ വരണം. ആ സീറ്റ് വനിതയ്ക്കാണ് പോകുന്നത്, അല്ലേ? ജില്ലാ പഞ്ചായത്തല്ലേ? അപ്പോൾ ഏത് സീറ്റും വനിതയാകാം, ഏത് സീറ്റും വനിത, പുരുഷൻ വനിത 100%. പക്ഷേ ഈ ഒരെണ്ണം അഡീഷണൽ വരുന്നത് അത് സ്ത്രീ ആരുടെയും ആകാം, റിസർവേഷൻ ആരുടെയും ആകാം. അപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്, ഇന്ന് ചാൻസുകളുള്ളത്, ഇന്ന് അവസരങ്ങളുള്ളത്, ഇന്ന് ഓപ്പർച്യൂണിറ്റി ഉള്ളത് വനിതകൾക്കുണ്ട്. ഇല്ലയെന്ന പുരുഷന്മാർക്കില്ല എന്നുള്ളത്. അപ്പോൾ നല്ല കാൻഡിഡേറ്റിനെ, നല്ല സ്ഥാനാർത്ഥികളെ കണ്ടുപിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. നമുക്കറിയാം കേന്ദ്രത്തിൻ്റെ നിയമങ്ങൾ, SIR തൊട്ടുള്ള നമ്മളിപ്പോൾ ഈ പറയുന്ന നമ്മുടെ വോട്ടർ പട്ടികയിൽ ഉണ്ടാകുന്ന വിവാദങ്ങൾ നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോവും. അവിടെയൊക്കെ ഒരു സാമ്പിൾ എടുത്തതാണ്. അവിടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടക സെൻട്രൽ 7 നിയമസഭാ മണ്ഡലത്തിലുള്ള ലോക്സഭയിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രം 1,200,000 പേരെയാണ് വ്യാജമായി കയറ്റിയത്. ജനാധിപത്യ സംവിധാനം അട്ടിമറിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന കൃത്യമായ കണക്കല്ല. ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ ഒരാൾ 4 പ്രാവശ്യം വോട്ട് ചെയ്തത് വരെ നിൽക്കുകയാണ്. ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൽ ആൾക്കാർ താമസമില്ലാത്തടത്ത് 3000 പേരെയാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തിരിക്കുന്നത്. കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൽ. നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത്? ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പാണ് ആത്യന്തികമായി നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ അന്തസ്സത്ത് എന്ന് പറയുന്നത്. അവിടെ ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ തന്നെ തിരിമറി നടക്കുമ്പോൾ നമ്മുടെ ജനാധിപത്യം തകർന്നു. അതുകൊണ്ട് അതിനുള്ള പോരാട്ടങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പലതും അതിൻ്റെ സാമ്പിളായിട്ട് ഇവിടെ പോലും സംശയത്തിൻ്റെ ധ്വനിയിലേക്ക് വന്നു കേരള സംസ്ഥാനത്ത് ഈ ലോക്സഭ വന്നു കഴിഞ്ഞപ്പോൾ. അപ്പോൾ നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി ഓരോരുത്തരെയും കയറ്റുന്നതും ഇറക്കുന്നതും, ഇന്ന് അതേ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അപ്പുറത്ത് എല്ലാവരെയും വെട്ടുക. നിങ്ങൾ പരിശോധിച്ചോ എന്നറിയത്തില്ല. വെട്ടിയിട്ട് അവർ ഹിയറിങ്ങിന് വന്നില്ല, വെട്ടിപ്പോവും. എല്ലാവർക്കും ഹിയറിങ്ങിന് വരാൻ പറ്റുമോ? അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്തുനിന്ന് നമ്മുടെ സഹോദരന്മാർ അപ്പുറത്തിരുന്ന് ഇതും ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ വിജിലൻ്റായിട്ട് നിന്നില്ലെങ്കിൽ നമ്മുടെ വോട്ട് പോകും. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ തന്നെ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. സന്തോഷവത് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്തേ. അടുത്ത പ്രസംഗത്തിനായി പാർട്ടിയുടെ ഹൈപ്പവർ കമ്മിറ്റി അംഗം പ്രൊഫസർ KE ആന്റണി സാറിനെ ക്ഷണിക്കുന്നു. സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ ജിമ്മി മറ്റത്തിപ്പാറ, നിയോജകമണ്ഡലം പ്രസിഡന്റ്, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ അഭിമന്യനായ ചെയർമാൻ ശ്രീ ജോസ് കെ മാണി, പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട ജോസ് പാലത്തിനാൽ, അഡ്വക്കേറ്റ് അലക്സ് കൊഴിമല, പ്രിയങ്കരനായ അഗസ്റ്റിൻ വട്ടക്കുന്നേൽ, രാരിച്ചൻ എറണാകുന്നേൽ, റെജി കുന്നംകോട്ട്, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന നേതാക്കന്മാരെ, ബഹുമാന്യരായ മണ്ഡലം പ്രസിഡന്റുമാരെ, ജില്ലാ നിയോജക മണ്ഡലം നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. കേരള കോൺഗ്രസ് പാർട്ടിയുടെ തൊടുപുഴ നിയോജക മണ്ഡലം കൺവെൻഷനാണ് നടക്കുന്നത്. 1964 കേരള കോൺഗ്രസ് പാർട്ടി ജന്മം കൊണ്ടതിന് ശേഷം ഈ കേരളത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി വളരെയേറെ കാര്യങ്ങൾ ചെയ്യുന്നതിന്, കേരളത്തെ ഇന്നത്തെ നിലയിലേക്ക് പരിവർത്തനപ്പെടുത്തി കൊണ്ടുവരുന്നതിന് നിസ്സാരമല്ലാത്ത സേവനം ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് പാർട്ടി. ഈ പാർട്ടിയുടെ പ്രസക്തി 1964 ഇത് ഉത്ഭവിക്കുമ്പോൾ എന്തായിരുന്നോ അതിൻ്റെ ആവശ്യം,
അതിൻ്റെ പ്രാധാന്യം, അതിലൊട്ടും കുറയാത്ത പ്രാധാന്യത്തോടു കൂടി ഇന്നും നമ്മുടെ സമൂഹം മുന്നോട്ട് പോവുകയാണ്. സുഹൃത്തുക്കളെ, അന്ന് പെട്ടെന്ന് പാർട്ടി രൂപം കൊണ്ടത് കാർഷിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് എന്ന് നമ്മൾ ഒക്കെ കരുതുന്നുണ്ടെങ്കിലും കാർഷിക പ്രശ്നങ്ങൾ മാത്രമല്ല, വളരെ കാലമായി കോൺഗ്രസ് പാർട്ടിയും അതിൻ്റെ ജനാധിപത്യ സംവിധാനത്തിലും പ്രവർത്തനങ്ങളിലും കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങളിലും നിലനിന്ന് പോന്നിരുന്ന ജീർണിപ്പും വർദ്ധിച്ചു വന്ന അരാജകത്വവും കോൺഗ്രസിനെ കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ശരിയായ രീതിയിൽ സംരക്ഷിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല എന്ന് ഉറച്ച ബോധ്യം വന്ന മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണ് കേരള കോൺഗ്രസ് പാർട്ടിക്ക് ജന്മം നൽകിയത്. സുഹൃത്തുക്കളെ, ആ പ്രസക്തി ഇന്ന് വർദ്ധിച്ചിരിക്കുകയാണ്. ഇന്ന് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ജോസ് കെ മാണിയാണ്. ഇന്നെന്താ കേരള കോൺഗ്രസിന്റെ സ്ഥിതി? കേരള കോൺഗ്രസ് പാർട്ടി രൂപം കൊണ്ടപ്പോൾ നമ്മളൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ കാർഷിക മേഖലയെ മാത്രം മുന്നിക്കൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തു പോന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് കാര്യങ്ങളാകെ മാറി. ഇന്ന് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ കേരളത്തിൻ്റെ മുഴുവൻ സാമൂഹിക പ്രശ്നങ്ങളെയും, കേരളത്തിൻ്റെ മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ, ഇന്ത്യയുടെ സുപ്രധാനമായ ജനകീയ പ്രശ്നങ്ങളിലേക്ക് കണ്ണെത്തിക്കുന്നതിനും അതിനെക്കുറിച്ച് വളരെ സൂക്ഷ്മമായ പഠനങ്ങൾ നടത്തി പാർലമെന്റിലും ബന്ധപ്പെട്ട ഉന്നത സമിതികളിലുമൊക്കെ കൃത്യമായി കേരള കോൺഗ്രസ് പാർട്ടിയുടെ അഡ്രസ് രേഖപ്പെടുത്തിക്കൊണ്ട് ജനകീയ പ്രശ്നങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുന്ന പാർട്ടിയായി കേരള കോൺഗ്രസ് പാർട്ടി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനത്തെ കൂടുതൽ സജീവമാക്കണം. പാർട്ടി കൂടുതൽ സജീവമാകണം. പാർട്ടി ജനങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു ഘടകമായി പാർട്ടിയെ മാറ്റിക്കൊണ്ടുവരുന്നതിന് നമുക്ക് കഴിയണം. നമുക്കൊരബദ്ധം പറ്റി. ഒരു പാർട്ടി നിലനിൽക്കണമെങ്കിൽ അതിന് പ്രത്യയശാസ്ത്രം വേണം. ഒരു താത്വിക അടിത്തറയില്ലാതെ ഒരു പാർട്ടിക്കും നിലനിൽക്കാൻ കഴിയില്ല. ഒരു വ്യക്തിക്ക് നിലനിൽക്കാൻ കഴിയില്ല. പിന്നെ ഒരു പാർട്ടിക്ക് നിലനിൽക്കാൻ കഴിയുമോ? ഒരു താത്വിക അടിത്തറയില്ലാതെ, ഒരു പ്രത്യയശാസ്ത്രമില്ലാതെ. പാർട്ടിക്ക് പ്രത്യയശാസ്ത്രം വേണം. പാർട്ടിക്ക് സംഘടനാ പ്രവർത്തനം വേണം. സംഘടനാ തത്വങ്ങൾ വേണം. സംഘടനാ പ്രവർത്തന ശൈലി വേണം. വാസ്തവത്തിൽ നമുക്ക് പറ്റിയ അബദ്ധം, കേരള കോൺഗ്രസ് പാർട്ടി 1964 രൂപം കൊണ്ട് നമ്മൾ ഇത്രയും കാലം പ്രവർത്തിച്ചെങ്കിലും ഇന്നും കേരള കോൺഗ്രസ് പാർട്ടി ചില കാര്യങ്ങളിൽ പുറകിൽ നിൽക്കുകയാണ്. പാർട്ടിക്ക് പ്രത്യയശാസ്ത്രപരമായ അടിത്തറ നൽകുന്നതിന് ശ്രമിച്ച വിജയിച്ച ഏക വ്യക്തി ബഹുമാന്യനായ മാണിസാറാണ്. മാണിസാർ ഇട്ട് തന്ന അടിത്തറയില് കേരള കോൺഗ്രസ് പാർട്ടി വളരണം. അതിലെ പടുത്തുയർത്താൻ കഴിയുകയുള്ളൂ. പക്ഷേ ഒരു കാര്യം ഞാൻ സങ്കടത്തോടു കൂടി എന്നും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. പാർട്ടിക്ക് കൃത്യമായ ഒരു സംഘടനാ ശൈലി ഉണ്ടാക്കുന്നതിന്, ഒരു സംഘടനാ വ്യവസ്ഥ ഉണ്ടാക്കുന്നതിന് ഇന്നും നമ്മൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു പരാജയത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടാണ് ജോസ് കെ മാണിയിൽ നമ്മൾ അർപ്പിക്കുന്ന പ്രതീക്ഷ. ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ നമ്മുടെ മുഴുവൻ ജനകീയ പ്രശ്നങ്ങളെയും, കാർഷിക മേഖലയ്ക്ക് അപ്പുറത്തുള്ള പ്രശ്നങ്ങളെയും കണ്ടെടുത്ത് നമ്മൾ പോരാടുമ്പോൾ ജോസ് കെ മാണി പറയുന്ന മുഴുവൻ കാര്യങ്ങളും ജനങ്ങൾ അറിയണമെങ്കിലുണ്ടല്ലോ നല്ല സംഘടന വേണം. എങ്ങനെ നല്ല സംഘടന ഉണ്ടാക്കാം? അതാണ് പ്രധാന പ്രശ്നം. ആ ചോദ്യത്തിന് ഉത്തരം കാണുവാൻ ഇന്ന് വരെ കേരള കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. ഇന്ന് വരെ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കേരള കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. അതിന് പല കാര്യങ്ങളും ആവശ്യമുണ്ട്. അതേക്കുറിച്ചുള്ള ചർച്ചകളും പഠനങ്ങളും സ്റ്റഡി ക്ലാസ്സുകളും നടത്തി വ്യക്തമായ ചില തീരുമാനങ്ങളിലേക്ക് നമ്മൾ എത്തണം.
ജനകീയ പ്രശ്നങ്ങൾക്ക്, പൊതുപ്രശ്നങ്ങൾക്ക്, പൊതു താല്പര്യങ്ങൾക്ക് വ്യക്തി താല്പര്യങ്ങളെക്കാൾ പ്രാധാന്യം നൽകുന്നതിന് കേരള കോൺഗ്രസ്സുകാർ പഠിച്ചേ പറ്റൂ. പാർട്ടിക്കാർ പഠിച്ചേ, ഏത് പാർട്ടിയാണെങ്കിലും പഠിച്ചേ പറ്റൂ. നമ്മളിപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉറച്ചു നിൽക്കുകയാണ്. യാതൊരു ചാഞ്ചല്യവുമില്ലാതെ പാർട്ടി ചെയർമാൻ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. എന്നിരുന്നാലും മാധ്യമങ്ങളിലൂടെ ഈ ആനുകാലിക മാധ്യമങ്ങളിൽ കൂടെയൊക്കെ നടക്കുന്ന ഞാൻ പിന്നെ ഒന്നും ശ്രദ്ധിക്കാറില്ല. അത് മാത്രമായി രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി നടന്നാൽ എങ്ങനെ പാർട്ടി മുന്നോട്ട് പോകും? വളരെ പരിതാപകരമായ സ്ഥിതി ഉണ്ടാകും. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഒത്തിരി കേരള കോൺഗ്രസ് ഉണ്ടായത്? കേരളത്തിൽ ഒരു കേരള കോൺഗ്രസിനെ പ്രസക്തിയുള്ളൂ. ഒറ്റ കേരള കോൺഗ്രസിനെ പ്രസക്തിയുള്ളൂ. KM മാണി സാറ് നയിച്ച പാർട്ടിക്ക് മാത്രമേ പ്രസക്തിയുള്ളൂ. പി ജോസഫ് എവിടെയാണ് പാർട്ടി നയിച്ചത്? പി ജോസഫ്, ജിമ്മി സൂചിപ്പിച്ചു, പി ജോസഫ് എന്താ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത്? പി ജോസഫ് എന്താ പാർട്ടിക്ക് വേണ്ടി ചെയ്തത്? പി ജോസഫ് എന്താ സംഘടനയ്ക്ക് വേണ്ടി ചെയ്തത്? പി ജോസഫ് തന്റെ സ്വന്തം കാര്യങ്ങൾക്ക്, തന്റെ വ്യക്തി കാര്യങ്ങൾക്ക് വേണ്ടി പാർട്ടിയെ ഉപയോഗിച്ചു, കൂടെ നിന്ന് കുറെ ആളുകളെ ഉപയോഗിച്ചു എന്നതിനപ്പുറത്ത് ഒരു കാര്യവും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ആ പാർട്ടിയുടെ സ്ഥിതി എന്താ? മകനെ പിടിച്ച് കോർഡിനേറ്ററാക്കി, പാർട്ടിയുടെ കോർഡിനേറ്റർ. മകനെ പിടിച്ച് പാർട്ടിയുടെ കോർഡിനേറ്ററാക്കിയപ്പോൾ പാർട്ടി തൊടുപുഴ പോലും ശിഥിലമായി പോയി. തൊഴിൽ പോലും ശിഥിലമായി ആ പാർട്ടിയെ കോർഡിനേറ്റ് ചെയ്യാൻ ഇനി അപ്പനും മകനും കൂടെ നോക്കിയാലും പറ്റുകയില്ലാത്ത പോലെ ആ പാർട്ടി ശിഥിലമായി പോയി. കേരള കോൺഗ്രസ് കേരളത്തിൽ ഒന്നേ നിലനിൽക്കുകയുള്ളൂ. നമ്മൾ 64-ൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് നമ്മുടെ നേതാക്കൾ രൂപം നൽകിയിരുന്നില്ല എങ്കിൽ പണ്ടേ മറ്റ് കോൺഗ്രസ്സുകാര് ഉമ്മൻചാണ്ടിയോ കരുണാകരനോ ആരെങ്കിലുമൊക്കെ വേറെ കേരള കോൺഗ്രസ് ഉണ്ടാക്കുമായിരുന്നു. അവർക്ക് വേറെ കേരള കോൺഗ്രസ് ഉണ്ടാക്കുന്നതിനുള്ള അവസരം കേരള കോൺഗ്രസ്സുകാര് നമ്മളാണ് നഷ്ടപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. നമ്മൾ അവരുടെ അവസരം നഷ്ടപ്പെടുത്തിയിട്ട് ജനങ്ങൾക്ക് കേരള കോൺഗ്രസിലൂടെ ചെയ്യേണ്ട സേവനം ചെയ്യേണ്ടത് ചെയ്യാതെ നമ്മൾ മാറി നിന്നാൽ ജനങ്ങൾ നമ്മളെ തള്ളിപ്പറയും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമുക്ക് ഒത്തിരി ഉത്തരവാദിത്വമുണ്ട്. കേരളത്തിലെ കർഷകരോട് ഉത്തരവാദിത്വമുണ്ട്. കേരളത്തിലെ ബിരുദധാരികളോട് ഉത്തരവാദിത്വമുണ്ട്. കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളോടും, കേരളത്തിലെ മത സാംസ്കാരിക പ്രസ്ഥാനങ്ങളോട്, സംഘടനകളോട് നമുക്ക് ഉത്തരവാദിത്വമില്ലേ? നമ്മുടെ വിദ്യാഭ്യാസ മേഖലയോട് നമുക്ക് ഉത്തരവാദിത്വമില്ലേ? ഇതെല്ലാം പഠിച്ച് നിർവഹിക്കേണ്ട ജോലി കേരള കോൺഗ്രസിൽ നിക്ഷിപ്തമാണ്, നമ്മിൽ നിക്ഷിപ്തമാണ്. അത് മനസ്സിലാക്കുമ്പോഴാണ് കേരള കോൺഗ്രസിന്റെ പ്രസക്തി വരുന്നത്. നമ്മൾ ആരും മാറി നിൽക്കേണ്ടതില്ല. കേരള കോൺഗ്രസ് പല കേരള കോൺഗ്രസ്സായി ഛിന്ന ഭിന്നമായി എന്നൊക്കെ പറഞ്ഞ് മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് അനധിവിദൂര ഭാവിയിൽ 10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഒരു കേരള കോൺഗ്രസ്സായി മാറും. ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന KM മാണിയുടെ പാരമ്പര്യമുള്ള കേരള കോൺഗ്രസ് കേരളത്തിന്റെ രാഷ്ട്രീയ ശക്തിയായി മാറുന്ന ഒരു കാലം വരും. അതിനുവേണ്ടി ആഗ്രഹിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അതിൻ്റെ ഭാഗമാണ് ഈ കൺവെൻഷൻ. ഈ കൺവെൻഷനോട് ഈ പങ്കെടുക്കുന്നവര് നമ്മളുള്ള ആളുകൾ ഓരോ പ്രദേശങ്ങളിലും ഓരോ പഞ്ചായത്തുകളിലും നമ്മൾ യൂണിറ്റുകളായി നിന്നുകൊണ്ട് സഹകരണത്തോടു കൂടി കൂട്ടായി പൊതു നന്മയ്ക്ക് വേണ്ടി, പൊതു താല്പര്യത്തിന് വേണ്ടി പടവെട്ടുന്നു എന്ന് കണ്ടാൽ എല്ലാവരും നമ്മുടെ കൂടെ വരും. കേരള കോൺഗ്രസിന്റെ കൂടെ വരും. മറ്റ് ഈ കേരള കോൺഗ്രസുകളൊക്കെ കാലം കൊണ്ട് ഇല്ലായ്മപ്പെടുകയും നമ്മൾ ഒന്നായി മാറുകയും ചെയ്യും. ഈ നാടിന് പ്രയോജനം ചെയ്യാൻ നമുക്ക് കഴിയും. അതിന് ഈ സംഘടനയോട് നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ അതിന് നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. പാർട്ടി ജില്ലാ പ്രസിഡന്റ് ശ്രീ ജോസ് പാലത്തിനാൽ സംസാരിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിയോജകമണ്ഡലം പ്രസിഡന്റ് ശ്രീ ജിമ്മി മറ്റത്തിപ്പാറ, ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ ആദരണീയനായ ചെയർമാൻ ശ്രീ ജോസ് കെ മാണി MP അവർകൾ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഏറ്റവും ബഹുമാനായ ആന്റണി സാറും അലക്സ് സാറും ഉൾപ്പെടെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന നേതാക്കന്മാരെ, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ ഒരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ശ്രീ രാജൻ നീർനാക്കുന്നൽ സംസാരിച്ചു കൊള്ളും.
കഞ്ഞിക്കുഴിയിൽ പാർട്ടിയുടെ മണ്ഡലം കൺവെൻഷൻ ഇതേ സമയത്ത് ആരംഭിച്ചിട്ടുണ്ട്. 4:30 മണിക്ക് ആരംഭിച്ചു. 6 മണിക്ക് മുമ്പെങ്കിലും അവിടെ കഞ്ഞിക്കുഴി മണ്ഡലം കൺവെൻഷനിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടൊരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ കൺവെൻഷൻ ഇത് തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ മാത്രം നമ്മൾ നടത്തുന്ന ഒരു കൺവെൻഷനല്ല. ഇത് കേരള സംസ്ഥാനത്തൊട്ടാകെ നമ്മുടെ പാർട്ടിയുടെ എല്ലാ നിയോജക മണ്ഡലത്തിലും എല്ലാ മണ്ഡലങ്ങളിലും വാർഡുകളിലും നമ്മുടെ കൺവെൻഷൻ നടക്കുകയാണ്. ഒരുപക്ഷെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ഇത്ര കാര്യക്ഷമമായി നടത്തിയ ഒരു കാലഘട്ടം കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ട് കാണില്ല. നമുക്കറിയാം, നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ 2-3 മാസങ്ങളായി നമ്മൾ വാർഡ് തലത്തിൽ മുന്നൊരുക്കം സായാഹ്ന സദസ്സ് എന്നുള്ള പേരിൽ കൺവെൻഷനുകൾ സംഘടിപ്പിക്കുമായിരുന്നു. ഇപ്പോഴേ മണ്ഡലം കൺവെൻഷനുകൾ ഹൈറേഞ്ചിലെ കേരള കോൺഗ്രസിന് സ്വാധീനമുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഏതാണ്ട് 51 മണ്ഡലങ്ങളിൽ നമ്മുടെ കൺവെൻഷനുകൾ നമ്മൾ ഒന്നിനു പുറകെ ഒന്നായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 200 മുതൽ 400 വരെ ആളുകൾ പങ്കെടുക്കുന്ന മണ്ഡലം കൺവെൻഷനുകൾ ഹൈറേഞ്ചിലെ ഓരോ മണ്ഡലത്തിലും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പായി നമ്മൾ നമ്മുടെ പാർട്ടിയെ സജ്ജമാക്കുക, നമ്മുടെ പ്രവർത്തന ശൈലിയിലും രീതിയിലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പാർട്ടിയെ സജ്ജമാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് പാർട്ടി ചെയർമാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. രാഷ്ട്രീയത്തിന് അതീതമായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിൻ്റെ വ്യക്തിബന്ധങ്ങൾ, കേരള കോൺഗ്രസിൻ്റെ കുടുംബ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയണം. സ്നേഹിതരെ, 1964 മുതൽ നാളിതുവരെയുള്ള ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ് ഒരുപക്ഷെ ഇടുക്കി ജില്ലയിൽ കേരള കോൺഗ്രസിന് ഏറ്റവും അധികം പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും വൈസ് പ്രസിഡന്റുമാരെയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അധികാര സ്ഥാനങ്ങൾ ലഭിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായതിനു ശേഷമാണ്. പക്ഷേ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഹൈറേഞ്ചിൽ ഉണ്ടായ ആ ഒരു മുന്നേറ്റം നമുക്ക് തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ നടത്താൻ കഴിഞ്ഞില്ല. തൊടുപുഴയിലും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് അതിനുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകണം. അതിനുവേണ്ടിയുള്ള ഒരു പ്രവർത്തനങ്ങളുടെ തുടക്കമായി നമുക്ക് ഈ നിയോജക മണ്ഡലം കൺവെൻഷനെ കാണണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വളരെ മനോഹരമായി ഈ കൺവെൻഷൻ സംഘടിപ്പിച്ച പാർട്ടി നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജിമ്മി മറ്റത്തിപ്പാറയെയും തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ കേരള കോൺഗ്രസിൻ്റെ മുഴുവൻ നേതാക്കന്മാരെയും ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്ത പ്രസംഗം പാർട്ടി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അലക്സ് കോഴിമല. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, പാർട്ടിയുടെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഏറ്റവും ആദരണീയനായ ജിമ്മി മറ്റത്തിപ്പാറ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഏറ്റവും ആദരണീയനായ പാർട്ടിയുടെ ചെയർമാൻ ജോസ് കെ മാണി MP, പാർട്ടിയുടെ ഹൈ പവർ കമ്മിറ്റി അംഗം ആന്റണി സാറ്, കർഷക യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡന്റ് റെജി കുന്നംകോട്ട്, ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് രാജേശൻ നീർനാക്കുന്നേൽ ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, നമുക്ക് ഏതാണ്ട് യോഗം സമാപിക്കേണ്ട സമയമായിരിക്കുന്നു. കൂടുതൽ രാഷ്ട്രീയപരമായ ഒരു കാര്യങ്ങളിലേക്കൊന്നും കടക്കേണ്ട ആവശ്യമില്ല എന്നെനിക്കറിയാം. കേരള കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ആത്മാഭിമാനത്തോടുകൂടി നിന്ന ഒരു കാലഘട്ടമാണ് 64 മുതൽ കേരള കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർക്കുള്ളത്. നമുക്കറിയാം, കേരള കോൺഗ്രസ് പാർട്ടി ജന്മം പ്രാപിക്കുമ്പോൾ 25 MLA-മാരെ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ചരിത്രം സൃഷ്ടിച്ചൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. അന്ന് കോൺഗ്രസ് പാർട്ടിക്ക് 36 MLA-മാരെ ഉണ്ടായിരുന്നു. CPM-ന് 40 എന്ന് വെച്ച് കഴിഞ്ഞാൽ 40ഉം 36ഉം 25ഉം നിലവാരത്തിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ജന്മം കൊടുത്ത് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗവാക്കാകാൻ സാധിച്ചിട്ടുള്ള ഒരു തലമുറയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒത്തിരി പ്രതിസന്ധികളെ നേരിടുകയുണ്ടായി. സ്വാഭാവികമായി നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കും, രണ്ടാമത്തെ ഇലക്ഷനിൽ നമ്മൾ 5 MLA-മാരിൽ അവസാനിച്ചോ എന്ന്. അപ്പോൾ അതിനുത്തരം മറുഭാഗത്തുണ്ട്, കോൺഗ്രസിന് 9 MLA-മാരെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ നോക്കണം, കേരള രാഷ്ട്രീയത്തിലെ ശക്തി
ഉള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു. 77 വന്നപ്പോഴത്തേക്കും 20 MLA-മാരുമായി വീണ്ടും നമ്മൾ കേരള കോൺഗ്രസ് പാർട്ടിയോട് തിരിച്ചുവരവ് നടത്തി. ഞാൻ സൂചിപ്പിച്ചത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിന് രൂപവും ഭാവവും നൽകുന്നതിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയത് ഒരു വലിയ കർഷക സമൂഹമായിരുന്നു. നമുക്ക് അഭിമാനിക്കാവുന്ന പ്രവർത്തന ശൈലികൾ ആവിഷ്കരിച്ചതാണ്. പക്ഷേ പിൽക്കാലഘട്ടങ്ങളിൽ 77-ലും 79-ലും 87-ലും ഒക്കെ നടന്ന പാർട്ടിയുടെ ഒരു സ്പ്ലിറ്റിന് ഈ തൊടുപുഴ നിയോജക മണ്ഡലത്തിൻ്റെ ചില ഭാഗങ്ങൾ, ചില നേതാക്കന്മാർ സാക്ഷ്യം വഹിച്ചപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയെ വിശ്വസിച്ച് നിരുന്ന ഒരു വലിയ ജനസമൂഹത്തിന്, ആ ജനസമൂഹത്തിൻ്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ പാപം ചെയ്ത വ്യക്തി ഈ കേരള കോൺഗ്രസ് പാർട്ടിയെ 3 പ്രാവശ്യം ചിതറിച്ചെടുത്ത ആ രാഷ്ട്രീയ നേതാവിന് ജന്മമുള്ള ഒരു നിയോജക മണ്ഡലമായിരുന്നു. ആ 3 പ്രാവശ്യമുണ്ടായ ആ അപജയമാണ് 25-ൽ നിന്നും 20-ലേക്കും എത്തി. 20-ൽ നിന്നും ഇന്നും നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നിയമസഭാ സാമാജികത്വത്തിന് പ്രാധാന്യത്തിന് വരാൻ കാരണത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചിന്തിക്കേണ്ട സാഹചര്യമാണുള്ളത്. ഇവിടെ ആത്മവീര്യമുള്ള രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, ആത്മാഭിമാനമുള്ള രാഷ്ട്രീയ പ്രവർത്തകരാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ പാർട്ടിയെ നയിച്ചിരിക്കുന്നത്, ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നത്. 2019 കേരള കോൺഗ്രസ് പാർട്ടി മാണി സാറ് നമ്മളെ വിട്ടുപിരിയുമ്പോൾ ഈ പാർട്ടി തീർന്നെന്നാണ് ധരിച്ചത്. 2019 ഏപ്രിൽ 9-ാം തീയതി നമ്മുടെ പ്രിയങ്കരനായ മാണി സാറ് നമ്മളോട് വേർപിരിയുമ്പോൾ 60 വർഷക്കാലഘട്ടത്തെ രാഷ്ട്രീയ പാരമ്പര്യവും പ്രത്യയശാസ്ത്ര ഉപകരണം ചെയ്ത മനുഷ്യൻ ആ വ്യക്തിത്വത്തിൻ്റെ മുമ്പിൽ, ആ പടവൃക്ഷത്തിൻ്റെ മുമ്പിൽ വളർന്നു പന്തലിച്ച കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ വേദനകൾ ഒപ്പിയെടുത്ത ഒരു രാഷ്ട്രീയക്കാരൻ, വേദനിക്കുന്നവരോടൊപ്പം നിന്നവർ, കാരുണ്യ പദ്ധതി പോലുള്ള വിവിധ പദ്ധതികൾ പാവപ്പെട്ടവർക്ക് വേണ്ടി ആവിഷ്കരിച്ചുകൊണ്ട് ഈ കേരള രാഷ്ട്രീയത്തിൽ നിന്നല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിന്ന വ്യക്തിത്വം. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയും റെക്കമെൻഡേഷൻ വേണ്ടായിരുന്നെന്ന്. കാരുണ്യ പദ്ധതിയുടെ പൈസ ലഭിക്കാൻ പാവപ്പെട്ടവർ ഒരു പാർട്ടിയുടെ നേതാവിൻ്റെയും വീട്ടിൽ പോകേണ്ടി വന്നിട്ടില്ല. മെഡിക്കൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിൽ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് കളക്ടറേറ്റിൽ ചെന്ന് കളക്ടറേറ്റിൽ ആപ്ലിക്കേഷൻ കൊടുത്താൽ വളരെ ഭംഗിയായി പാവപ്പെട്ടവന്റെ വീട്ടില്, വേദന അനുഭവിക്കുന്ന വീട്ടില് ചികിത്സാ സഹായം കിട്ടാതിരുന്ന ആ വ്യക്തികളുടെ വീടുകളിൽ അതിനുള്ള സഹായം എത്തുകയായിരുന്നു. ഞാൻ സൂചിപ്പിച്ചു, നമുക്കധികം സമയമില്ല, ഇപ്പം ഞാൻ അധികം സംസാരിക്കുന്നുമില്ല, കാരണം എനിക്കറിയാം നിങ്ങളെല്ലാവരും പോകാൻ നിൽക്കുകയാണ്. പക്ഷെ ഓർമ്മിക്കാൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ആരോടും കൈക്കൂലി കൊടുക്കാതെ, ആരുടെയും ദയാദാക്ഷിണ്യത്തിൽ നിൽക്കാതെ പാവപ്പെട്ട രോഗികൾക്ക് നിർലോഭം ഗവൺമെന്റിൽ സഹായം നേടിയെടുക്കുവാൻ സാധിച്ച ഒരു ആശയത്തിന് ആവിഷ്കാരം നടത്തുവാൻ സാധിച്ച രാഷ്ട്രീയ നേതാവ് മരിച്ചപ്പോൾ ചില നേതാക്കന്മാർ വിചാരിച്ചു, അല്ലെങ്കിൽ പല രാഷ്ട്രീയ നേതാക്കന്മാരും വിചാരിച്ചു, കേരള കോൺഗ്രസ് പാർട്ടിയുടെ അന്ത്യത്തിലേക്ക് എടുത്തിരിക്കുന്നു എന്ന്. പക്ഷേ അവർക്ക് തെറ്റുപറ്റി. ശ്രീ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള, ശ്രീ റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള ആ ടീം കേരള രാഷ്ട്രീയത്തിൽ ഉയർത്തെഴുന്നേക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. നായ്ക്കളുടെ ശല്യം മൂലം പദയാത്ര നടത്തുക, നമ്മുടെ നാടുകളിൽ പദയാത്ര വീടുകളിൽ നിന്നും സ്കൂളുകളിലേക്കും മാർക്കറ്റിലേക്കും നടക്കുവാൻ വയ്യാതെ കേരള സമൂഹം നിൽക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ആ തെരുവനായി ശല്യത്തിനെതിരെ സുപ്രീം കോടതി ഓർഡർ ഇട്ടപ്പോൾ ആ ഓർഡറിനെ ആദ്യമായി വിമർശിച്ചത് ഇവിടെ എല്ലാവരും, നമ്മളും ഉൾപ്പെടെ ഉള്ള ഒരു ദേശീയ രാഷ്ട്രീയ നേതാവായിരുന്നു ശ്രീ രാഹുൽ ഗാന്ധി. പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒന്നും ഇപ്പോൾ വന്യമൃഗം വിഷയമല്ല. കോൺഗ്രസ്സുകാരിവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്, അത് ഇത് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എവിടെയാ നേതാക്കന്മാർ അപ്പുറത്താ നിൽക്കുന്നത്? വന്യമൃഗത്തിൻ്റെ കൂടെ നിൽക്കുക, നായ്ക്കളുടെ കൂടെ നിൽക്കുക, എന്നിട്ട് പറയുക ഇപ്പോൾ ഇവിടെ എല്ലാം ശരിയാക്കാവും. നമ്മൾ പാവങ്ങളായ മനുഷ്യരെ മുഴുവൻ വിഡ്ഢികളാക്കുന്ന ഒരു ലോകത്ത് നിൽക്കുക. സ്നേഹമുള്ളവരെ,
കേരള കോൺഗ്രസ് പാർട്ടിക്കും അതിനകത്ത് നയമുണ്ട്. പക്ഷേ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പക്ഷേ ആശയം കൊണ്ടുവന്ന് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുവാൻ സാധിച്ചു എങ്കിൽ ആ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ കാലികമായി ഈ രാജ്യത്തിനും പ്രദേശത്തിനും മാത്രമല്ല രാജ്യത്തിന് തന്നെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് തീർന്നത്. തീരദേശം, കർഷകരുടെ പ്രശ്നങ്ങൾ, വന്യമൃഗശല്യം. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇത്രയും വളരെ യഥാർത്ഥത്തിൽ തൊടുപുഴയിൽ ഈ ഓഡിറ്റോറിയത്തിലേക്ക് കടന്നു വന്ന കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരെ കണ്ടപ്പോൾ ആത്മാഭിമാനം തോന്നി. വളരെ പ്രതിസന്ധികളിലൂടെ തരണം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ് ഇവിടെ. അതിജീവിക്കും. ആ അതിജീവനത്തിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. വളരെ സുന്ദരമായി വളരെ പ്രഗത്ഭരായ മണ്ഡലം പ്രസിഡന്റുമാരും വാർഡ് പ്രസിഡന്റുമാരും ഉൾപ്പെടുന്ന ഒരു വലിയ നേതൃത്വ നിര ഈ തൊടുപുഴ നിയോജക മണ്ഡലത്തിലുണ്ട്. ജിമ്മി മറ്റപ്പാടിൻ്റെ നേതൃത്വത്തിൽ പ്രൊഫസർ കെ ആന്റണി സാറിൻ്റെ ശക്തമായ നേതൃത്വത്തിൽ റെജി കുന്നംകോട് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ മുഴുവനും തിളങ്ങി നിൽക്കുന്ന കേരള രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണ്. തീർച്ചയായിട്ടും തൊടുപുഴയ്ക്ക് വലിയൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടണം. ഒരു വിമോചനം തൊടുപുഴ ആഗ്രഹിക്കുന്നു. ആ വിമോചനത്തിന് കാതോർക്കുവാൻ കേരളം ഓർക്കുകയാണ്. അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കുമാണ്. തീർച്ചയായിട്ടും ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വരുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിലും അതോടൊപ്പം തന്നെ ഈ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിലുമൊക്കെ അത്ഭുതം സൃഷ്ടിക്കുവാനും ഈ പ്രദേശത്തിലെ ജനങ്ങളുടെ വികാര വിചാരങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ വേദനകൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരിൽ ഒരാളായി ജീവിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി നിൽക്കുന്ന കേരള കോൺഗ്രസ് എമ്മിന് ഈ തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ വലിയ ഒരു പ്രതീക്ഷയാണ് കൽപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പാർട്ടി ചെയർമാൻ്റെ വാക്കുകളിലും അതുണ്ട്. തൊടുപുഴ നമ്മുടെ സ്ഥലമാണ്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥലമാണ് തൊടുപുഴ. ഇവിടെ ഒഴുകിയെത്തി ഇവിടെ ഈ സമ്മേളനത്തിൽ ഹാജരായി പങ്കെടുത്ത മുഴുവനും കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇതിന് ധീരമായി നേതൃത്വം കൊടുക്കുന്ന തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള ടീമിന് ഈ 13 പഞ്ചായത്തുകളിലും ശക്തമായ അടിവേരുകളുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ കൂടുതൽ ശക്തമായി പ്രവർത്തിക്കുവാൻ എല്ലാവിധ ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. ഇടുക്കി ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ രാരിച്ചൻ നീറണാക്കുന്നേൽ സംസാരിക്കുന്നു. ഈ സമ്മേളനത്തിൻ്റെ ബഹുമാനനായ അധ്യക്ഷൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജിമ്മി മറ്റത്തിപ്പാറ, ഈ വേദിയിൽ ഉപസ്ഥിതരായിരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാരായ അഡ്വക്കേറ്റ് അലക്സ് കോഴിമല, ശ്രീ ആന്റണി സാറ്, റെജി കുന്നംകോട് ഉൾപ്പെടെ ഏറ്റവും സീനിയറായ നേതാവ് അഗസ്റ്റിൻ ചേട്ടൻ ഉണ്ട്. മറ്റ് മഹനീയ ഈ പാർട്ടിയുടെ എല്ലാമായ മണ്ഡലം പ്രസിഡന്റുമാരെ, മറ്റ് ഭാരവാഹികളെ, സ്നേഹിതരെ, ഞാൻ ദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല. നമുക്കറിയാം ഇവിടെ എല്ലാവരും സവിസ്തരം സൂചിപ്പിച്ചു. അടുത്ത ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കുള്ള അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ചുവടുവയ്പ്പിൻ്റെ ആദ്യത്തെ പടിയായി നടത്തുന്ന നിയോജക മണ്ഡലം സമ്മേളനമാണ് ഇന്ന് ഈ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ഓർക്കുന്നു, മാണിസാറുള്ള കാലഘട്ടത്തിൽ ഞാൻ യൂത്ത് ഫണ്ടിൻ്റെ ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം പിറ്റേ ദിവസമാണ് തൊടുപുഴ നിയോജക മണ്ഡലം സമ്മേളനം നടന്നത്. ആ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ ഞാൻ പുറകിലിരുന്ന് എന്നെ മുന്നിലേക്ക് കയറ്റിയിരുത്തിയ ആ മാണിസാറിൻ്റെ ആ നിമിഷം ഞാനൊന്ന് ഓർക്കുകയും അതിനുശേഷം ഈ ഹാളിൽ അതിനുശേഷം ആദ്യമായി പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. ഇന്ന് ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഈ ജില്ലയിലെ മുഴുവൻ പാർട്ടി പ്രവർത്തകരുടെയും വിയർപ്പിൻ്റെ ഫലമാണ് ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുന്നത്. ഞാൻ അഭിമാനത്തോടെ പറയാൻ കഴിയും. KSC മുതൽ പ്രവർത്തനം ആരംഭിച്ച് യൂത്ത് ഫണ്ടിലൂടെ കടന്നു വന്ന് ഇന്ന് കേരള കോൺഗ്രസ് പാർട്ടി ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗമാകാൻ കഴിഞ്ഞതുണ്ട്. മാണിസാറിനോടും കേരള കോൺഗ്രസ് പാർട്ടിയോടും ഉറ്റമായ കൂറും വിശ്വസ്തയും പുലർത്തി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ട് കിട്ടിയ പാർട്ടി
പാർട്ടി എനിക്കൊന്ന് വലിയ അംഗീകാരമായി ഞാൻ എന്നെ കാണുകയാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിലയ്ക്കൽ കഴിഞ്ഞ 1 വർഷമേ ഉണ്ടായിരുന്നുവെങ്കിൽ ഇനി 3-4 മാസമേ ഉള്ളൂ. ആ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിലയിൽ ഞാൻ അധികാരത്തിൽ വന്നപ്പോൾ, എനിക്ക് അധികാരം കിട്ടിയപ്പോൾ ജില്ലാ പഞ്ചായത്തിലെ എക്സ്പെൻഡിച്ചറെ 14ാം സ്ഥാനത്തായിരുന്നുവെങ്കിൽ അത് 3ാം സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ ഈ എളിയവനായ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ മേഖലയിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പറായും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായും ജില്ലാ പഞ്ചായത്ത് മെമ്പറാകുവാനും ഒക്കെ കഴിഞ്ഞത് ഈ പാർട്ടി എന്ന വലിയൊരു അംഗീകാരം. ഞാനിത് പറയുവാൻ സാധാരണപ്പെട്ട പാർട്ടി പ്രവർത്തകൻ്റെ ആകാവുന്നെങ്കിൽ പഞ്ചായത്ത് മെമ്പറാകാം, പഞ്ചായത്ത് പ്രസിഡൻ്റാകാം, അല്ലെങ്കിൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ മെമ്പറാകാം, പ്രസിഡൻ്റാകാം, ജില്ലാ പഞ്ചായത്താകാം, ബ്ലോക്ക് പഞ്ചായത്താകാം. അതിന് നാന്ദി കുറിക്കുന്ന ഒരു കൺവെൻഷനായി ഇതിനെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, അടുത്ത ഡിസംബറോടുകൂടി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരും. അതിനുശേഷം ഏപ്രിലോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പും വരും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബഹുമാനപ്പെട്ട ശ്രീ ആന്റണി സാറാണ് നിയമസഭാ സ്ഥാനാർത്ഥി അവിടെ മത്സരിച്ചത്. നമുക്കറിയാം, 45,000-ഓളം വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന PJ ജോസഫിനെ 16,000-ലേക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞു. അവസാന കാലഘട്ടത്തിൽ ആന്റണി സാറിന് കോവിഡായി വീട്ടിൽ ഇരിക്കേണ്ട അവസ്ഥ വന്നില്ലായിരുന്നെങ്കിൽ 10-ൽ താഴ്മ കൊണ്ടുവരുവാൻ കഴിയുമായിരുന്നു. നമുക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സ്ഥാനാർത്ഥി ആരെങ്കിലും മത്സരിക്കേണ്ടതാണ്. അതിനുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടിരിക്കുന്നു. കേരള കോൺഗ്രസ് ചരിത്രത്തെക്കുറിച്ചൊക്കെ നേതാക്കന്മാർ സൂചിപ്പിച്ചു. നമുക്കറിയാം, 964 മുതൽ ഈ 2025 വർഷം തിരിയുമ്പോൾ 61 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ അല്ലെങ്കിൽ പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനമായ കേരള കോൺഗ്രസ് ഇന്നും അചഞ്ചലമായി നിൽക്കുന്നുണ്ടെങ്കിൽ കേരള കോൺഗ്രസ് പാർട്ടി പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കിയത് കൊണ്ട് മാത്രമാണെന്ന് അഭിമാനത്തോടെ പറയുവാൻ കഴിയും. ഈ 61 വർഷക്കാലം ഇവിടുത്തെ കർഷകരെയും കർഷക തൊഴിലാളികളെയും നമുക്കറിയാം, തള്ളക്കോഴി തൻ്റെ ചിറകിൻ്റെ ഇടയിൽ സംരക്ഷിക്കുന്നത് പോലെ കേരളത്തിലെ കർഷകനല്ല കർഷക തൊഴിലാളിക്ക് വിഷയമുണ്ടായാൽ അവിടെ ഏറ്റവും പെട്ടെന്ന് ഏറ്റവും സടകുടഞ്ഞെഴുന്നേറ്റ രാഷ്ട്രീയ പ്രസ്ഥാനം കേരള കോൺഗ്രസ് ആണെന്ന് നമുക്ക് അഭിമാനപ്പെടുത്താൻ കഴിയും. ചരിത്രം അങ്ങ് പരിശോധിക്കും നമുക്കറിയാം. ഈ പാർട്ടിയെ സൂര്യൻ അസ്തമിക്കുന്നതിന് കുഴിച്ചുമുടുമെന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാരുണ്ട്. പഴത്തൊലി കോൺഗ്രസ് എന്ന് അധിക്ഷേപിച്ചവരുണ്ട്. ഈ രാജ്യത്തെ കയ്യേറ്റക്കാട് പാർട്ടിയെന്ന് അധിക്ഷേപിച്ചവരുണ്ട്. ഈ രാജ്യത്തെ നമുക്കറിയാം കായൽ രാജാക്കന്മാരുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ വിശേഷിച്ചു. അവിടെയൊക്കെ നമ്മൾ തളർന്നില്ല. ജോസ് കെ മാണി സൂചിപ്പിച്ചു, കർഷകൻ അഡ്രസ് ഉണ്ടാക്കി കൊടുത്ത പാർട്ടി, കർഷകന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ പാർട്ടി. അന്ന് കർഷകരെ മാറ്റി നിർത്തിയെങ്കിൽ ഇന്ന് കർഷകന് വേണ്ടി ശബ്ദിക്കുവാൻ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾ വന്ന കാലഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. അതുകൊണ്ട് ഇനിയും കേരള കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പ്രസക്തിയുണ്ട്. ഇവിടെ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ 4 കോൺസ്റ്റിറ്റ്യൂൻസിയിലാണ് മത്സരിച്ചത്. ഞാൻ മാത്രമേ ജയിച്ചുള്ളൂ. എങ്കിൽ പോലും ഇടതുപക്ഷത്തിൻ്റെ കരുതൽ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. ഞാൻ ഒരു വ്യക്തി എന്ന ഒരാൾ മാത്രമേ ഇടുക്കി ജില്ലാ പഞ്ചായത്തിലുണ്ടെങ്കിൽ പോലും 1 വർഷത്തെ പ്രസിഡന്റ്ഷിപ്പ് എനിക്ക് തന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണെന്ന് അഭിമാനത്തോടെ പറയുവാൻ കഴിയും. നമ്മൾ പലപ്പോഴും നമ്മൾ UDFിന്റെ ഭാഗമായിട്ടുണ്ട്. നമ്മൾ മത്സരിക്കുന്ന സീറ്റിലേക്ക് സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഒരു റിബലിനെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച കാലഘട്ടം. ഇവിടെ റെജി ഇരിപ്പുണ്ട്, ജിമ്മി ഇരിപ്പുണ്ട്. നമുക്കറിയാം, ബ്ലോക്ക് പഞ്ചായത്തിലൊക്കെ വന്നപ്പോൾ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം പോലും ഈ കോൺഗ്രസ് പാർട്ടി തന്നില്ലെങ്കിൽ ഇന്ന് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൽ ആദ്യമായിട്ട് കേരള കോൺഗ്രസ് പാർട്ടിക്കാരുടെ പ്രസിഡന്റ് ഉണ്ടായെങ്കിൽ, അഴുത ബ്ലോക്കിൽ ആദ്യമായിട്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ഉണ്ടായെങ്കിൽ, ജില്ലാ പഞ്ചായത്തില് ബഹുമാന അലക്സാറിന് ശേഷം എനിക്ക് ഒരുപക്ഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുവാൻ കഴിഞ്ഞുവെങ്കിൽ ഇടതുപക്ഷം നമ്മളെ കരുതുന്നു, നമ്മളെ ചേർത്ത് പിടിക്കുന്നു എന്നൊരു വലിയൊരു തെളിവാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് നാളെ നമുക്കറിയാം, ഈ തൊടുപുഴയിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ടാകണം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ടാകണം, പഞ്ചായത്ത് മെമ്പർമാരുണ്ടാകണം. അതിനു വേണ്ടിയുള്ള നാന്ദി കുറിക്കുന്ന ഈ സമ്മേളനം പരമകാലം നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വളരെ മനോഹരമായ സമ്മേളനം ഇവിടെ നടത്തിയ
ബഹുമാനപ്പെട്ട നിയോജക മണ്ഡലം പ്രസിഡന്റും അതുപോലെ നായൻ സാർ ഉൾപ്പെടെ റിജു ഉൾപ്പെടെ ജിമ്മി ഉൾപ്പെടെ അവിടെ മാത്യു വാരിക്കാട് ഉൾപ്പെടെ ജയകൃഷ്ണ മുതിരെ ഉൾപ്പെടെ മധു നമ്പൂതിരി ഉൾപ്പെടെ ബെന്നി പിളാക്കോട്ടും ഉൾപ്പെടെ മുഴുവൻ നേതാക്കളെയും ജില്ലാ കമ്മിറ്റി അഭിവാദനം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് കേരള കോൺഗ്രസ്. കർഷക യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട രജി കുന്നങ്കോട്ട്. സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, ഏറ്റവും ബഹുമാന്യനായ പാർട്ടിയുടെ നിയോജക പ്രസിഡന്റ് സി ജിമ്മി മറ്റത്തിപ്പാറ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ പാർട്ടി ചെയർമാൻ സി ജോസ് കെ മാണി MP, പാർട്ടിയുടെ ഉന്നതാധികാര സമിതി അംഗം ബഹുമാനായ ആന്റണി സാർ, പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാനായ അഡ്വക്കേറ്റ് അലസ് കോഴിമല, രാഷ്ട്രീയകാര്യ സമിതി അംഗം ബഹുമാനായ സി അഗസ്റ്റിൻ വട്ടക്കുന്നേൽ, പാർട്ടിയുടെ ജില്ലാ ഓഫീസ് ചാർജ് ജനറൽ സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ സി രാജചന്ദ് നീർനാക്കുന്നേൽ, സി ബെന്നി പിളാക്കൂട്ടം, സി മധു നമ്പൂതിരി, സി ജയകൃഷ്ണൻ പുതിയടത്ത്, പ്രിയപ്പെട്ട ഷാനി ബെന്നി, സി ജോസി വേളാശ്ശേരിൽ, സി ജയകൃഷ്ണൻ, സി ജോസ് കവിയിൽ, സദസ്സിലും വേദിയിലുമുള്ള ബഹുമാന്യരെ, കേരള കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ KM മാണി സാറിനോടും കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നിലപാടുകളോടും തൊടുപുഴ അസംബ്ലി നിയോജകമണ്ഡലത്തിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഇരുവർണ്ണക്കൊടി മാറോട് ചേർത്ത് എതിരാളികൾക്ക് മുമ്പിൽ നിർഭയമായി ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ച ധീരരായ കേരള കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശത്തോടെയുള്ള ഒരു പിന്തുണയാണ് ഞാൻ ഈ സമ്മേളനത്തിൽ കണ്ടത്. അച്ചടക്കവും, എന്നാൽ നമുക്കറിയാം സമയം കൂടുതലെടുക്കുമ്പോൾ തികഞ്ഞ അച്ചടക്കത്തോടെയൊക്കെ ഇരിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഇനിയും കേരളത്തിൻ്റെ മണ്ണിലും തൊടുപുഴയിലും ഇടുക്കി ജില്ലയിലും അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എൻ്റെയും നിങ്ങളുടെയും എല്ലാം ആവശ്യമാണ്, ഉത്തരവാദിത്തമാണ് എന്ന പൂർണ്ണ ബോധ്യമാണ് ഈ സമ്മേളനത്തിൽ ഇന്ന് കണ്ട വിജയം എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രിയപ്പെട്ടവരെ, ഇവിടെ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി സൂചിപ്പിച്ചു, പിന്നാലെ ആന്റണി സാറും അരസ് കോഴിമലയും എല്ലാം രാരിച്ചനുമെല്ലാം അക്കമിട്ട് നിരത്തി. ഒന്ന് മാത്രമാണ് കേരള കോൺഗ്രസിൻ്റെ പ്രസക്തി. 64 രൂപം കൊണ്ട കേരള കോൺഗ്രസ് ഉയർച്ച താഴ്ചകളിലൂടെ മുന്നോട്ട് നീങ്ങിയെങ്കിൽ, പല പ്രതിസന്ധികളിലൂടെയും മുന്നോട്ട് നീങ്ങിയപ്പോൾ, ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി പലരും ശ്രമിച്ചപ്പോഴും അതിൻ്റെ പിന്നിൽ നാം തോറ്റ് പിന്മാറിയിട്ടില്ല. തോക്കിനും ലാത്തിക്കും സമ്പത്തിനുമൊന്നും തകർക്കാൻ പറ്റാത്ത ഒരു ചരിത്രം കേരള കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. ഇന്ന് ചിലരൊക്കെ തൊടുപുഴയുടെ ചില മുക്കിലും മൂലയിലുമൊക്കെ നന്നേ ചെറുപ്പത്തിൽ ആരംഭിച്ച പൊതുജീവിതം നടത്തി മാണി സാറിൻ്റെ പാർട്ടിയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുന്ന നേതാക്കന്മാരെ നോക്കിക്കൊണ്ട് പറയുന്നത്, ഇന്നലകളിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കൊക്കെ ഇറങ്ങാൻ വേണ്ടി ട്രെയിനിങ് എടുത്തു വരുന്ന ചില ആളുകൾ ജോസ് കെ മാണിയെയും കേരള കോൺഗ്രസിനെയൊക്കെ നോക്കി പറയുന്ന അഭിപ്രായങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. ഞാനതിലേക്ക് പോകുന്നില്ല. അർഹിക്കുന്ന അവജ്ഞയോടെ അത് നമുക്ക് തള്ളിക്കളയേണ്ടി വരും. തൊടുപുഴ എന്ന് പറയുന്ന ഈ പട്ടണത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ചുമൊക്കെ നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. യാഥാർത്ഥ്യങ്ങൾ ഒരിക്കലും മറക്കില്ല. മരണമില്ലാത്ത ഓർമ്മകൾ തൊടുപുഴക്കാരുടെ മനസ്സിൽ പതിഞ്ഞു കിടപ്പുണ്ട്. ഇവിടെ ഈ നാട്ടിലെ ജനാധിപത്യ ബോധത്തെ ആർക്കും തകർക്കാൻ കഴിയത്തില്ല. അതിനുള്ള അവസരങ്ങളാണ് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും. ആ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ കേരളം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. യുവജന സമ്മേളനങ്ങൾ നടക്കുന്നു, ദളിത് ഫണ്ടിൻ്റെ സമ്മേളനങ്ങൾ നടക്കുന്നു. ഈ സമ്മേളനങ്ങളെല്ലാം വിളിച്ചോതുന്നത് പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. നമ്മൾ തൊടുപുഴ നടത്തിയ ഈ സമ്മേളനവും വരാൻ പോകുന്ന നവംബർ ഡിസംബർ മാസം നടക്കുന്ന തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് പാർട്ടിയെ സജ്ജരാക്കാൻ വേണ്ടിയാണ്. തീർച്ചയായും ഉജ്ജ്വലമായൊരു നേട്ടം ഈ തൊടുപുഴയിൽ നമുക്ക് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ആമുഖമായി സൂചിപ്പിച്ച പോലെ എല്ലാ പ്രതിസന്ധിയിലും KM മാണി സാറിൻ്റെ പാർട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രതിസന്ധിയിൽ തളരാതെ നാം മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ പാർലമെൻ്ററി വ്യാമുഖത്തിന് മുമ്പിലോ അധികാരത്തിൻ്റെ മുമ്പിലോ ഒന്നും പതറിയവരല്ല. അധികാരം വേണ്ട പൊതുപ്രവർത്തനം നടത്തുന്നതിന്. സ്ഥാനമാനങ്ങളില്ലെങ്കിൽ നമുക്ക് പൊതുപ്രവർത്തനം നടത്താം. ആ പൊതുപ്രവർത്തനമാണ് മാണി ഗ്രൂപ്പുകാർ തൊടുപുഴയിൽ നടത്തിയിട്ടുള്ളത്. KM മാണി സാറിൻ്റെ പേരെഴുതി വെച്ചിട്ടുള്ള ഒട്ടേറെ റോഡുകൾ നമുക്ക് തൊടുപുഴയുടെ നിയോജകമണ്ഡലത്തിൻ്റെ 12 പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും പോയാൽ കാണാൻ കഴിയും. അന്ധമായ രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ 1.25 കോടി രൂപ, 1,20,00,000 രൂപ ജിമ്മി ഇവിടെ സൂചിപ്പിച്ച പോലെ തൊട്ടപ്പുറത്ത് തൊടുപുഴയാറിൻ്റെ തീരത്ത് കുഴിച്ചു മൂടിയെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും നികുതി പണം, ഖജനാവിൽ നിന്ന് കൊടുത്ത പണം
എന്തിനു വേണ്ടിയാണ് അത്തരം നിലപാടുകൾ സ്വീകരിച്ചത് എന്നൊക്കെ ഈ തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. മൂപ്പിൽക്കടവ് പാലം ഇന്നേ വരെ ഉദ്ഘാടനം ചെയ്യപ്പെടാത്ത അതും തൊടുപുഴയിലാണ്. നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടി വരും. ഒട്ടേറെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാനുണ്ട്. തീർച്ചയായും അതിനൊക്കെയുള്ള അവസരങ്ങൾ കരുത്ത് നേടുന്നതിനുള്ള ഒരു സമ്മേളനമായി ഇത് മാറിയിരിക്കുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉജ്ജ്വലമായ നേട്ടം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനകീയ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ നമുക്ക് ഒരുമിച്ച് നിന്ന് പോരാടാം. വരാൻ പോകുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ശ്രീ ജോസ് കെ മാണി നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് കേരള രാഷ്ട്രീയത്തിൽ നമുക്കറിയാം ഒട്ടേറെ ജനകീയ പ്രശ്നങ്ങളിൽ കേരള കോൺഗ്രസിന് ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ട്. പരിഹാരമുണ്ടാക്കാൻ കഴിയുന്നുണ്ട്. ഉപാധിരഹിത സർവ സ്വതന്ത്ര ഭൂമി എന്ന ലക്ഷ്യം നമുക്കറിയാം. 60-ലെ ഭൂപതിവ് നിയമം ഇത് ഭേദഗതി ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. 64-ലെയും 93-ലെയും ചട്ടം ഭേദഗതി ചെയ്യാൻ വേണ്ടി ഒരു വേഴാമ്പലിനെ പോലെ ഇടുക്കിയിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ആ സ്വപ്നം ഏറ്റവും അടുത്ത ദിവസം തന്നെ യാഥാർത്ഥ്യമാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും ആ സർക്കാരിൽ നമ്മുടെ മന്ത്രിയുമായ ശ്രീ റോഷി അഗസ്റ്റിനും തീർച്ചയായും അതിനുവേണ്ടിയുള്ള നിലപാടുകളും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടാകും എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. നമുക്കറിയാം കോൺഗ്രസിൻ്റെ തെറ്റായ നയസമീപനങ്ങൾക്കെതിരെയാണ് കേരള കോൺഗ്രസ് പിറന്നു വീണതെങ്കിലും ഇന്നലകളിൽ കേന്ദ്രവും സംസ്ഥാനവും അധികാരത്തിലിരുന്ന ആളുകൾ ഈ ജനങ്ങളെ മറന്നുകൊണ്ട് വിസ്മരിച്ചുകൊണ്ട് ഭരണം നടത്തിയതും ഇടുക്കിയിലെ ജനങ്ങൾ മറന്നിട്ടില്ല. മാധവ് ഗാഡ്ഗിലിനെയും കസ്തൂരംഗനെയുമെല്ലാം ഇടുക്കിയിലേക്ക് അടിച്ചേൽപ്പിച്ചതും കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് കാലഘട്ടത്തിലാണ്. എന്തിനായിരുന്നു ഇതൊക്കെ എന്ന് ഇവർ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. തീർച്ചയായും പ്രിയപ്പെട്ടവരെ, ഇടുക്കിയിലെയും സംസ്ഥാനത്തെയും തൊടുപുഴയിലെയും ജനകീയ ആവശ്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടത്തിൽ നമുക്ക് പങ്കുചേരാം. അതിനുള്ളൊരു പ്രേരണയും പ്രചോദനവുമായി ഈ സമ്മേളനം മാറിയിരിക്കുന്നു. ഈ സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ച പാർട്ടിയുടെ നിയോജക പ്രസിഡന്റിനെയും നിയോജക ഭാരവാഹികളെയും മണ്ഡലം പ്രസിഡന്റുമാരെയും ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ പാർട്ടി പ്രവർത്തകരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. സമ്മേളനത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ശ്രീ ജയകൃഷ്ണൻ പുതുവരത്തിന് ക്ഷണിക്കുന്നു. ബഹുമാനായ അധ്യക്ഷൻ, പാർട്ടിയുടെ തൊടുപുഴ നിയോജക കമ്മിറ്റിയുടെ പ്രസിഡന്റും ഈ യോഗത്തിന് അധ്യക്ഷനുമായ ശ്രീ ജിമ്മി മരുതിപ്പാറ, ഏറ്റവും ആദരണീയനായ നേതാക്കന്മാരെ, സമയം വളരെ വൈകിയിരിക്കുന്നു. ഈ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ച പാർട്ടിയുടെ ഏറ്റവും ബഹുമാനായ നേതാവ് ശ്രീ ജിമ്മി മരുതിപ്പാറയ്ക്ക് ഈ യോഗത്തിൻ്റെ പേരിൽ ഹാർദവമായ നന്ദി അറിയിക്കുന്നു. പാർട്ടിയുടെ ഏറ്റവും ബഹുമാനായ നേതാവ്, നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട ചെയർമാൻ ശ്രീ ജോസ് കെ മാണി സാർ സമയത്ത് തന്നെ എത്തി വളരെ ഭംഗിയായ ഒരു പ്രസംഗം ഇവിടെ നമുക്ക് മുൻപിൽ കാഴ്ചവെച്ചു. അദ്ദേഹത്തിന് ഈ യോഗത്തിൻ്റെ പേരിൽ ഹൃദയംഗമായ നന്ദി അറിയിക്കുകയാണ്. ഈ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് യോഗ നടപടികൾ അവസാനിക്കുന്നു.